ഹായ് ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2027 വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിറ്റ് ലെങ്തി. ഞാൻ ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറയുന്നുണ്ട്, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കില്ല, കുറച്ച് കൂടുതൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു വീഡിയോ ഇതായിരിക്കും. ഇന്ന് മുതൽ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ടിൽ ദി പ്രിലിംസ് എക്സാം എന്താണ് നിങ്ങൾ എക്സാക്ട്ലി ചെയ്യേണ്ടത്, ഓരോ കുഞ്ഞു കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അവസാനം വരെയും കേൾക്കുക. ഓരോ മന്തും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടാവുക. പ്രിലിംസിനെയും മെയിൻസിനെയും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് എത്തിക്സിനെയും എസ്സേയും ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇനി നേരത്തെ വരുത്തിയിട്ടുള്ള തെറ്റുകൾ വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ എൻഡിയർ സെഷനിൽ സംസാരിക്കുന്നുണ്ടാവുക. നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ സെഷനിലോട്ട് കിടക്കാം. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിപ്പീറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റിൽ വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ്. എല്ലാ റിപ്പീറ്റേഴ്സും പ്രിലിംസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കാര്യം ഏറെക്കുറെ സെയിം തന്നെയാണ്. ആദ്യം മുതൽ തുടങ്ങണം. ഈവൻ ഒരു PCM ബാച്ച് വീണ്ടും എടുക്കാമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രിലിംസ് തോറ്റത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല. ഒരു വർഷം കൊണ്ട് ഈ എക്സാം പാസ്സാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നിയർ ടു ഇമ്പോസിബിൾ. ഒരിക്കലും ഒരു അക്കാഡമിക്കോ ഒരു ഫാക്കൽറ്റിക്കോ ഒരിക്കലും തങ്ങളുടെ മുന്നിലോട്ട് വരുന്ന കുട്ടികളോട് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാസ്സാകാൻ സാധിക്കില്ല എന്നുള്ളൊരു ഹാർഷ് റിയാലിറ്റി എപ്പോഴും പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിലബസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രോസസ്സോ അല്ല സിവിൽ സർവീസ് എക്സാം മുന്നോട്ട് വെക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ട് 15-ൽ കൂടുതൽ സബ്ജക്റ്റുകൾ കവർ ചെയ്യുകയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പരീക്ഷ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് 95% ഓഫ് സ്റ്റുഡൻസ് ദേ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പാസ് പ്രിലിംസ് ഇൻ ദെയർ ഫസ്റ്റ് അറ്റംപ്റ്റ്. അത് UPSC തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ഡേറ്റയാണ്. ഇങ്ങനെ തോറ്റ് കഴിയുമ്പോൾ, ഇങ്ങനെ ഫെയിൽഡ് ആയി കഴിയുമ്പോൾ, പ്രിലിംസ് ഫെയിൽഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തിങ്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ആദ്യം മുതൽ ഒന്നിൽ നിന്ന് തുടങ്ങണം. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും വീണ്ടും ചെയ്യണം എന്നാണ് പല ആസ്പിറൻസും ചിന്തിക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഓൾറെഡി ഒരു ഹയർ സ്റ്റേജിലാണ്. ഒരു 1 ഇയർ ഓഫ് പ്രിപ്പറേഷൻ നിങ്ങളെ കൂടുതലും എംപവേർഡ് ആക്കിയിട്ടുണ്ട്, കൂടുതൽ എൻലൈറ്റൻഡ് ആക്കിയിട്ടുണ്ട്, കൂടുതൽ ഇൻഫോംഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് കുറേ അധികം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ക്ലിയർ സ്ട്രാറ്റജിയാണ്. ഇനി വരാൻ പോകുന്ന ഒരു 1 ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പാണ് നമുക്ക് വേണ്ടത്. ആ റോഡ് മാപ്പ് എന്താണ് എന്നുള്ളത് ഇന്ന് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഒരു UPSC റിപ്പീറ്റർ, ഐഡിയൽ ആയിട്ടുള്ളൊരു UPSC റിപ്പീറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു 1 ഇയർ അണ്ടിൽ ദി പ്രിലിംസ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സുകളുണ്ട്, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രിലിംസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തുക. കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക. ആ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ഏത് മേഖലയിലാണ്? അത് ചില സബ്ജക്റ്റിലായിരിക്കാം, ചില സ്ട്രാറ്റജിയിലായിരിക്കാം, ചില അപ്രോച്ചിലായിരിക്കാം, ചിലപ്പോൾ ഒരു റിവിഷൻ ആയിരിക്കാം ബെറ്റർ ആക്കേണ്ടത്, ചിലപ്പോൾ കണ്ടന്റ് ആയിരിക്കാം ബെറ്റർ ആക്കേണ്ടത്. സ്ട്രെങ്തൻ ചെയ്യേണ്ട ഏരിയാസ് എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം മാത്രം സ്ട്രെങ്തൻ ചെയ്യുക. അതിനുശേഷം വാട്ട് വി നീഡ് ടു ഡു ഈസ് വി നീഡ് ടു റൈറ്റ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? UPSC എക്സാം എന്ന് പറയുന്നത് മെയിൻസ് എക്സാമാണ്. ഇറ്റ്സ് നോട്ട് പ്രിലിംസ്. പ്രിലിംസ് പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും UPSC എക്സാം എന്ന് പറയുന്നത് വീണ്ടും പ്രിലിംസ് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ജേണിയാണെന്ന്. അല്ല, UPSC എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ UPSC മെയിൻസ് ആണ്. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ, ഒരു എലിമിനേഷൻ റൗണ്ടാണ്. ഇത്രയും അധികം കുട്ടികൾ, ഒരു 6 ലക്ഷം കുട്ടികളുടെ പേപ്പർ UPSCക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ കുറേ അധികം കുട്ടികൾ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു. ഒരു 13,000 കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ മെയിൻസ് പേപ്പർ നോക്കാനേ അവർക്ക് സാധ്യമാകുള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ പ്രിലിംസ് നടത്തുകയും ഒരു വലിയൊരു ക്രൗഡ് ഓഫ് സ്റ്റുഡൻസിനെ വാഷ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദി റിയൽ എക്സാം സ്റ്റാർട്ട്സ് ഫ്രം ദി മെയിൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സത്യം മനസ്സിലാക്കിയ ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ റിവിഷൻ നിർബന്ധമായിട്ടും വേണം. വലിയൊരു എക്സാമാണ്, മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഉണ്ട്, പല ഘട്ടങ്ങളുണ്ട്.
ഇത്രയും അധികം നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്ന സമയത്ത്, ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ തലയിലോട്ട് കയറ്റുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള റീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ, ബ്രെയിനെ വീണ്ടും വീണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ ബൗണ്ട് ടു ഫോർഗെറ്റ് തിങ്സ്. നിങ്ങൾ മറന്നിരിക്കും, നിങ്ങളുടെ കുറ്റമല്ല. സോ UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് റിവിഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്ട്രെങ്തൻ ചെയ്ത് റിവിഷൻ നടത്തി റൈറ്റിംഗ് നടത്തുന്ന സമയത്ത് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ കേപ്പബിൾ ആയോ? ആർ വി ഗുഡ് ഇനഫ്? ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം ഏത് സമയത്ത് എങ്ങനെ ഏത് രൂപേണ ചെയ്യണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീകോഡ് ചെയ്ത് നോക്കാം. ഇപ്പം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1, ഇന്ന് ഈ മൊമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈവൻ ബിഫോർ ഓപ്പണിംഗ് അനദർ ബുക്ക്, വേറൊരു ബുക്ക് എടുത്ത് വായിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? റിയലൈസ് വെയർ യു സ്റ്റാൻഡ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുക. നമ്മൾ ഓൾറെഡി 1 ഇയർ ഓഫ് പ്രിപ്പറേഷൻ നടത്തി, നമ്മളൊരു പ്രിലിംസ് എക്സാം എഴുതി, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻട്രോസ്പെക്ഷൻ, സീരിയസ് ആയിട്ടുള്ളൊരു ഇൻട്രോസ്പെക്ഷൻ നടത്താതെ അടുത്തൊരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഫൂൾസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. റിയലൈസ് വെയർ യു സ്റ്റാൻഡ്. എന്താണ് നിങ്ങൾക്ക് വർക്ക് ചെയ്തത്? സംതിങ്സ് മൈറ്റ് ഹാവ് വർക്ക് ഫോർ യു, അല്ലേ? എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതല്ല. ഈ 1 ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ വളരെ സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, വളരെ കോറായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, തിങ്സ് വിച്ച് വർക്ക് ഫോർ യു. അത് കൃത്യമായിട്ട് കണ്ടെത്തുക. ഈക്വലി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഡിഡിൻ വർക്ക് ഫോർ യു. എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് തെറ്റായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. സർട്ടൺ അപ്രോച്ചസ് മൈറ്റ് ഹാവ് ഫെയിൽഡ് അസ്. അത് തിരിച്ചറിയുക. എന്താണ് നമ്മുടെ സ്ട്രെങ്ത്? ഒരു കൊല്ലത്തിൽ ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എൻ ആസ്പിറൻറ്റ്, നിങ്ങളുടെ കോർ എബിലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്? അനാലിസിസ് ആണോ? മെമ്മറി പവർ ആണോ? ക്വസ്റ്റ്യൻ സോൾവിങ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണോ? അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആണോ? ആ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ആർ യുവർ വീക്ക് ഏരിയാസ്? വീക്ക് ഏരിയാസ് എന്താണെന്ന് കണ്ടെത്തുക. എവിടേക്കാണ് നിങ്ങൾക്ക് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? വെദർ ഇറ്റ്സ് ഇൻ പ്രിലിംസ് ഓർ മെയിൻസ്, എവിടേക്കാണ് നിങ്ങളുടെ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? അത് കൃത്യമായിട്ട് കണ്ടെത്തുക. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇനിയും നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ഓൺ എ റോങ് ട്രാക്ക്. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റി തന്നെ തിരിച്ചറിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഒരു പേപ്പർ എടുത്ത് വെച്ചാൽ തന്നെ ഹാഫ് ഓഫ് ദി തിങ്സ് ആർ സോർട്ടഡ്, അല്ലേ? നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. കൃത്യമായിട്ട് അത് പേപ്പറിലോട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്? എന്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്തു, എന്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ല, എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ്, എവിടേക്കാണ് നിങ്ങൾക്ക് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇതെല്ലാം നിങ്ങൾ കണ്ടെത്തുക. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ വീണ്ടും എടുത്തിട്ട് ലക്ഷ്മികാന്ത് വായിക്കലോ വീണ്ടും എടുത്തിട്ട് സ്പെക്ട്രം റിവിഷൻ നടത്തലോ അല്ല. ഒരു വർഷം കഴിഞ്ഞു, അതിൽ നിന്ന് നമുക്ക് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടതുണ്ട്, അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഉൾക്കൊണ്ട് പുതിയൊരു മനുഷ്യനായി മാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ 2nd ഇയർ ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ നടത്താനായിട്ട് പാടുള്ളൂ. സോ റിയലൈസ് വെയർ യു സ്റ്റാൻഡ്. നിർബന്ധമായിട്ടും അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാനായിട്ട് പാടുള്ളൂ. സ്റ്റാർട്ടിങ് ഫ്രം ജൂലൈ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ഡു ആൻ അക്കാഡമിക് ഡയഗ്നോസിസ്. നിങ്ങളായിട്ട് തന്നെ ഒരു ഡയഗ്നോസിസ് നടത്തുക. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു പേഷ്യൻ്റ് ചികിത്സിക്കുന്നതിന് മുമ്പ്, പരിഹാരം കണ്ടെത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു മെഡിസിൻ്റെ കോഴ്സിലോട്ട് കയറുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താ? തൻ്റെ രോഗം എന്താണെന്ന് കണ്ടെത്തേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്, അൾട്രാസൗണ്ടുകൾ ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചികിത്സയിലോട്ട് കടക്കുന്നത്. നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? യു ഹാവ് ടു ഡയഗ്നോസ് യുവർ സെൽഫ്. ഒരു അക്കാഡമിക് ഡയഗ്നോസിസിന് വിധേയമാകുക. അസസ് യുവർ സെൽഫ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക് ആകുന്നത്, എവിടെയാണ് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത്, അത് ഓരോ കാര്യത്തിൽ നിങ്ങൾ എടുത്ത് നോക്കേണ്ടതുണ്ട്. GSൽ വെദർ ഇറ്റ്സ് പ്രിലിംസ് ഓർ മെയിൻസ്, നിങ്ങളുടെ കോർ സബ്ജക്ട്സിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്. ഈ 4 സബ്ജക്ട്സാണ് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത്. ഈ 4 സബ്ജക്ട്സിലും എവിടെ വരെ നിങ്ങൾ പഠിച്ചു, എത്രമാത്രം നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ 1 ഇയറിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്തുക. ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതി വെക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഓപ്ഷണൽ അസസ്മെൻറ്റ്.
എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിക്കപ്പുറം ഓപ്ഷനിൽ പഠിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാവണമെന്നില്ല അല്ലേ. 1 ഇയർ ഈസ് നോട്ട് റിയലി ഗുഡ് ഇനഫ് ഫോർ അസ് മൊത്തം പഠിച്ച് തീരാൻ വേണ്ടിയിട്ട്. പലപ്പോഴും 4 മണിക്കൂർ GSൻ്റെ ക്ലാസ്സസ് വന്നിട്ടുണ്ടാവും. ഓപ്ഷൻ്റെ ക്ലാസ്സസും കൂടി ചേർന്നിട്ട് പലപ്പോഴും 8 മണിക്കൂറോളം പഠിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ക്ലാസ് റൂമിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം പ്രിലിംസ് അടുത്തതോട് കൂടിയിട്ട് ഓപ്ഷനിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഓപ്ഷനിൽ ഒരു 300 മാർക്സ് നിങ്ങൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൂട്ട് നിങ്ങൾ സർവീസിലോട്ട് കയറ്റി വെച്ചതുപോലെയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷണൽ സബ്ജക്റ്റിൽ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡയഗ്നോസിസ് നടത്തേണ്ട ഒരു സമയം ഇപ്പോഴാണ്. ഇപ്പോൾ നടത്തണം. കാര്യം എന്താ അറിയോ, നവംബറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഓപ്ഷനിൽ പഠിക്കാനായിട്ടുള്ള സമയം തന്നെയില്ല. ഇനി അടുത്ത പ്രിലിംസ് പാസ്സായതിനു ശേഷം പിന്നീട് വീണ്ടും നമ്മൾ ആ ഒരു 0 ലെവലിലോട്ട് വരികയാണ്. എന്താണ് എവിടെയാണെന്ന് അറിയാതെ ഓപ്ഷൻ അവിടെ ഇവിടെയും സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ വരരുത്. റൈറ്റ് നൗ അസസ് ചെയ്യുക എവിടെയാണ് നിങ്ങൾ ഓപ്ഷനിൽ സ്റ്റാൻഡ് ചെയ്യുന്നത്. നൗ CSAT അസസ്മെൻറ്റ്. CSATൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ CSAT എക്സാം കഴിഞ്ഞു. ചില കുട്ടികൾക്ക് എളുപ്പമായിട്ടുണ്ടായിരുന്നു, ചില കുട്ടികൾ വീണ്ടും ഫെയിൽഡായി. 3 കൊല്ലമായിട്ട് CSAT ഫെയിൽ ആകാത്ത കുട്ടികൾ എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് അവിടെ ഒരു പോരായ്മ ഉണ്ട്. എന്താണ് വർക്കാകാത്തത് ഏറ്റവും അവസാനത്തോട്ട് മാറ്റി വെക്കാതെ CSATന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. അല്ലാതെ വീണ്ടും പ്രിലിംസ് കഴിയുമ്പോൾ വന്നിട്ട് ഞാൻ വീണ്ടും CSAT പാസ്സായി എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് പറയാതിരിക്കുക. അതൊരു ആസ്പിരൻറ്റിന് ചേർന്ന ഒരു ക്വാളിറ്റി അല്ല. CSATൻ്റെ ഒരു അസസ്മെൻറ്റ് നിങ്ങൾ നടത്തുക. എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിൻ്റെ മെമ്മറി ഇപ്പോൾ ഒരു ഫ്രഷാണ്. മനസ്സിലാക്കുക എന്തുകൊണ്ട് വീണ്ടും CSAT ഫെയിലായി, അത് തിരിച്ചറിയുക. എസ്സേയുടെ ഒരു അസസ്മെൻറ്റ് നടത്തുക. പലപ്പോഴും ഒരു ഫ്രഷറായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, 1 ഇയർ ഓഫ് പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള എസ്സേ നിങ്ങൾ എഴുതി കാണും എന്നുള്ളത് പോലും സംശയമാണ്. അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാ ആസ്പിറൻസിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും എസ്സേയിൽ ഒരു അസസ്മെൻറ്റ് നിങ്ങൾ നടത്തുക. എസ്സേ എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനോട് ചേരുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയൊന്നുമല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസിലൂടെ സ്മോളർ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്തൊക്കെ നിങ്ങൾക്കറിയാം, ഒരു അസസ്മെൻറ്റ് നിങ്ങൾ നടത്തുക. കണ്ടന്റ് ഉണ്ടോ, ഒരു റൈറ്റിംഗ് സ്ട്രക്ചർ എന്താണെന്ന് അറിയുമോ, ഒരു ഫ്ലോ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടോ, തീംസ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു അസസ്മെൻറ്റ് നടത്തുക. ഇതെല്ലാം ചെയ്യേണ്ടത് പ്രീവിയസ് അറ്റംപ്റ്റിൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ടും കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ അറ്റംപ്റ്റിന് നമ്മൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഈ ഒരു അസസ്മെൻറ്റ് നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. വിത്തൗട്ട് ഡയഗ്നോസിസ് വി കാൺ ഫൈൻഡ് എനി സൊല്യൂഷൻസ്. അത് ഏത് പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്തവാക്യമാണ്. പരിഹാരം കണ്ടെത്തുന്നതിന് മുമ്പ്, പുതിയ സ്ട്രാറ്റജി വർക്കാക്കുന്നതിന് മുമ്പ് ഡയഗ്നോസിസ് നടത്തുക. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്ലിയർ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ മുന്നോട്ട് വെക്കണം. GSൽ എന്താ ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദി അസസ്മെൻറ്റ്. കണ്ടന്റിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആൻസർ റൈറ്റിങ്ങിലാണോ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രിലിംസിനും മെയിൻസിനും ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ക്ലിയർ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ മുന്നോട്ട് വെക്കുക. ഇതാണ് ഏറ്റവും ആദ്യം ഇന്ന് തന്നെ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് ഫ്രം ജൂലൈ ഇപ്പം തന്നെ അത് ചെയ്യണം. ഈ ഒരു അസസ്മെൻറ്റ് നിങ്ങൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും വീണ്ടും പ്രിലിംസ് പാസ്സായില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ആസ്പിറൻ്റ് അല്ല. ഇനി മടി മാറ്റി റീഡിംഗ് റൂമിൽ പോയി തുടങ്ങി, പക്ഷെ ഫസ്റ്റ് ഇയറിൽ ചെയ്ത അതേ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി വീണ്ടും ചെയ്യുകയാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടുന്ന ഒരാളെ നമ്മൾ പറയേണ്ടത് ഇൻസെയിൻ എന്നാണ്. അയാൾക്ക് വട്ടാണ്. അയാൾ ഒരിക്കലും പുതിയൊരു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല. റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ ചെയ്യുകയും ബെറ്റർ റിസൾട്ട് വരികയും ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഹീസ് എ ഫൂൾ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ജൂലൈയിൽ തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ക്യാൻ ഐ റൈറ്റ് ഗുഡ് ആൻസേഴ്സ്? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ നല്ല ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ടോ? ക്യാൻ ഐ കംപ്ലീറ്റ് പേപ്പേഴ്സ് ഓൺ ടൈം? പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഈസ് മൈ ഓപ്ഷണൽ കോമ്പറ്റേറ്റീവ്? കുറച്ച് ആളുകളെങ്കിലും ഓപ്ഷണൽ നിങ്ങൾക്ക് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ഓപ്ഷണൽസും ഒരേ രീതിയിലാണ് UPSC കണക്കാക്കുന്നത്.
UPSC സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ സ്റ്റെപ്സ് എന്നൊന്നുമല്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്, ഈക്വലി കോമ്പറ്റേറ്റീവ് ആണ്, എല്ലാത്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പക്ഷെ ഒരു ഓപ്ഷനിൽ നമ്മൾക്ക് വർക്കാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളിലൂടെയാണ്. വൺ ഈസ് അവർ ഇൻട്രസ്റ്റ്, അതർ വൺ ഈസ് അവർ ആപ്റ്റിറ്റ്യൂഡ്. ആ ഓപ്ഷനിലോട് നമുക്ക് താല്പര്യമുണ്ടോ, ആ ഓപ്ഷനിൽ ചേരേണ്ട ഗുണങ്ങൾ, കഴിവുകൾ നമ്മൾക്കുണ്ടോ, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഓപ്ഷനിൽ ചൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും ചിലപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു പിയർ പ്രഷർ കൊണ്ടോ മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് സമയം കിട്ടാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ ആ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു റോങ് ഓപ്ഷനിൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഓപ്ഷൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ബാഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഫോർ യു. അതാണ് അവിടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഓപ്ഷൻ ഒട്ടും വർക്കാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടോക്സിക് ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും പോലെ അതിലോട്ട് ക്ലിങ് ചെയ്യാതെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റണം. എനിക്കറിയാം, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും, കുറേയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമുക്കത് വർക്കിംഗ് അല്ല എന്നുള്ള 100% ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ചേഞ്ച് ചെയ്യുക തന്നെ വേണം. അതിനെ പറ്റിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നടത്തുക, ഡയഗ്നോസിസ് നടത്തുക, സ്വയം ചോദിക്കുക. മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റണം, ഇപ്പോൾ പഠിക്കണം. അല്ലാതെ പിന്നീട് നമുക്ക് അതിനെ പറ്റിയിട്ട് ആലോചിക്കാനോ പഠിക്കാനോ ഒന്നും സമയം കിട്ടണമെന്നില്ല. ഈ CSAT സ്റ്റിൽ എ റിസ്ക്. CSAT ഇപ്പോഴും ഒരു റിസ്കിൽ തന്നെയാണോ? ഇപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റിൽ വളരെ സ്മൂത്തായിട്ട് CSAT പാസ്സായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വീണ്ടും നിങ്ങൾ CSAT ഫെയിൽ ചെയ്യാണ്, അല്ലെങ്കിൽ CSAT നിങ്ങൾ പാസ്സായത് ഒരു ബ്രിങ്കിൽ നിന്നുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, CSAT ഈസ് നോട്ട് റിയലി ഗുഡ് ഫോർ യു. നിങ്ങൾക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. യു നീഡ് ടു ബി ബെറ്റർ പ്രിപ്പയർഡ് ഫോർ CSAT. അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് അറിയാവൂ. അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ എഴുതി വെക്കുക. ആം ഐ റിവൈസിങ് ഇനഫ്? റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? മോസ്റ്റ് റിപ്പീറ്റേഴ്സ് ആക്ച്വലി ഫെയിൽ ബിക്കോസ് ദേ നെവർ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഓണസ്റ്റ്ലി. ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഒരു ക്ലിയർ ഇൻട്രോസ്പെക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയില്ല. പലപ്പോഴും പല ആസ്പിറൻസും ഇതൊന്നും ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് വീണ്ടും ചെയ്തേക്കുന്ന മണ്ടത്തരങ്ങൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു സ്ട്രാറ്റജി വേണ്ടേ മക്കളെ? നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണ്ടേ? അത് വേറൊരാളല്ല പറഞ്ഞു തരണ്ടേ. യു ഹാവ് ടു ഫൈൻഡ് ആൻസേഴ്സ് ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തുക. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ചെയ്യുക, അസസ്മെൻറ്റ് നടത്തുക, ആൻഡ് ആസ്ക് യുവർ സെൽഫ് ദീസ് ക്വസ്റ്റ്യൻസ്. എന്നാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കസ്റ്റം ഒരു എന്താ പറയുക, ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസിൽ, ക്ലാസ് റൂം പ്രോഗ്രാംസിൽ ചേർന്നിട്ട് അവർ പഠിപ്പിക്കുന്ന എല്ലാം കയറി അങ്ങ് പഠിച്ചിട്ട് വീണ്ടും പോയിട്ട് പരാജയപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്. ചിലപ്പോൾ പലർക്കും വർക്കാവുന്ന നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടാവില്ല. ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പേപ്പറും പിടിച്ചിട്ട് ഈ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ തിണ്ണ നരങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഒരു ജെനുവിറ്റി, ആ ഒരു ഓണസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം കാണിക്കേണ്ടതുണ്ട് കേട്ടോ. ഇതിന് ശേഷം സ്റ്റാർട്ടിങ് ഫ്രം ഒക്ടോബർ ടു ഓഗസ്റ്റ് ഒക്ടോബർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ജൂലൈയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ചോദ്യങ്ങൾ ചോദിച്ചു, അസസ്മെൻറ്റ് നടത്തി, നിങ്ങൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തി, നിങ്ങളുടെ ഒരു വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കി, എന്താണ് നിങ്ങളുടെ പോരായ്മകളെന്ന് കണ്ടെത്തി എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം ഒക്ടോബർ ടു ഓഗസ്റ്റ് ഒക്ടോബർ ഓപ്ഷണൽസിൽ നിന്ന് തുടങ്ങുക. ഓപ്ഷണൽ ഫസ്റ്റ് അപ്രോച്ച്. ഓപ്ഷണൽസ് ഇപ്പോഴേ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷണലും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പോഴേക്കും ആ ഒരു പ്രിലിംസിൻ്റെ ഒരു ഹീറ്റ് നമ്മൾ പിടികൂടിയിട്ടുണ്ടാവും. വീണ്ടും അടുത്ത പ്രിലിംസ് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ഒന്നും നടന്നിട്ടില്ല, ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഗ്രൗണ്ട് സീറോ ലെവലിലോട്ട് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഓഗസ്റ്റിലെങ്കിലും മിനിമം തുടങ്ങണം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു 3 മാസത്തിൽ ഓപ്ഷനിൽ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം മാറ്റി വെക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ നിങ്ങൾ ഓപ്ഷനിൽ ചെയ്യേണ്ടേ? ഓപ്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വീണ്ടും പോയിട്ട് ഓപ്ഷനിൽ കോച്ചിങ് എടുക്കുക എന്നുള്ളതല്ല. ഓൾറെഡി നിങ്ങൾ എടുത്തു. ഇനി എടുത്തിട്ട് കയ്യിൽ നിന്ന് പോയ ആളുകളാണ്, ഒരു രീതിയിൽ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കുക. അത് ചിന്തിക്കുക തന്നെ വേണം. അങ്ങനെ ചിന്തിക്കേണ്ട ആളുകളാണെങ്കിൽ, ഓൾറെഡി ക്ലാസ് കേട്ട ആളുകളാണ്, ഒരു ഫുൾ കോഴ്സ് ഓപ്ഷനിൽ കേട്ട ആളുകളാണ്, പഠിച്ച ആളുകളാണെങ്കിൽ ഓപ്ഷണൽ റിവിഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഓപ്ഷണൽ ക്ലാസ് കേട്ട സമയത്ത് അതിൻ്റെ ക്ലാസ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ലേ,
ആ ക്ലാസ് നോട്ട്സ് വെച്ചിട്ടുള്ള റിവിഷനിൽ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ഫ്രം ദി റിവിഷൻ ഓഫ് ദി ക്ലാസ് നോട്ട്സ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് വായിച്ച് തുടങ്ങുക. ഇപ്പോഴുള്ളൊരു ട്രെൻഡാണ് സ്റ്റാൻഡേർഡ് ബുക്ക് ഒന്നും വായിക്കണ്ട, ക്ലാസ് നോട്ട്സ് മാത്രം വായിച്ചാൽ മതി. ഗൈസ്, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആളുകൾ സ്റ്റാൻഡേർഡ് ബുക്സ് വായിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാക്കി വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കാളും നല്ലോണം സ്കോർ ചെയ്യും എന്താണെങ്കിലും. അപ്പോൾ ഓപ്ഷണൽ റിവിഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് വായിച്ചു തുടങ്ങുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഓപ്ഷണൽ ആൻസർ റൈറ്റിംഗ് തുടങ്ങുക. ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫെയ്റ്റ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൻ്റെ ആ ഒരു പീരീഡിലാണ്. ആ ഒരു 10 ദിവസം, മെയിൻസ് എക്സാം നടക്കുന്ന 10 ദിവസത്തിൽ ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിസൈഡ് യുവർ ഡെസ്റ്റിനി. അങ്ങനെയെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്ത് തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ പഠിക്കുന്നുണ്ട്, റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ഓപ്ഷണൽ ആൻസേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ്. അതേപോലെ തന്നെ വീക്കിലെ ടെസ്റ്റുകൾ എടുക്കുക. നമ്മൾ ഇപ്പോൾ ഡെയിലി നമ്മൾ 1-2 ആൻസേഴ്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എല്ലാ രീതിയിലും ക്വാളിഫൈഡ് ആയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീക്ക്ലി ടെസ്റ്റ് എടുക്കണം. വീക്ക്ലി ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ടൈം കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ എഴുതി ശീലിക്കണം. അല്ലാതെ നമ്മൾ കുറേ ആൻസേഴ്സ് എഴുതി എന്നുള്ളത് കൊണ്ടും കാര്യമില്ല. കുറേ സമയമെടുത്ത് എഴുതി ശീലിച്ച് പോയി കഴിഞ്ഞാൽ, ഹാബിച്വേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെൻ യു ഡു ദി വീക്ക്ലി ടെസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് വിത്തിൻ ദി ടൈം കൺസ്ട്രെയിൻ. അത് ഉറപ്പിക്കുക നിർബന്ധമായിട്ടും. ആൻഡ് ദർ ഷുഡ് ബി കണ്ടന്റ് എൻറിച്ച്മെന്റ്. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല, ഇപ്പം നിങ്ങൾ വെറ്ററനാണ്, റിപ്പീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു എൻറിച്ച്മെന്റ് നടത്തുക, കുറച്ചും കൂടി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ സബ്ജക്റ്റിനും ഒരു കണ്ടന്റിൻ്റെ എൻറിച്ച്മെന്റ് ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിനും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും. എന്നാൽ പോലും തിങ്കേഴ്സിനെ കൊണ്ടുവരിക, എക്സാമ്പിൾസ് കൊണ്ടുവരിക, കറണ്ട് അഫെയർസ് കൊണ്ടുവരിക, നല്ല ഫാക്റ്റുകൾ ഓർത്ത് വെക്കുക, നല്ല ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും റെഡിയാക്കി വെക്കുക. ഈ പറയുന്ന കാര്യം എല്ലാ ഓപ്ഷനിലും ഒരുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷണലിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പിക്കുക. അതിന് വേണ്ടി ചെയ്യേണ്ട പ്രോസസ്സ് ചെയ്തു തുടങ്ങുക. എല്ലാവർക്കും അറിയാം ഇതാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതറിയാത്ത ഒരു കുട്ടി പോലും ഈ ക്ലാസ് കാണുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷണൽ നമ്മളൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രം ജൂലൈ ടു ഒക്ടോബർ നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡെയിലി GS ആൻസർ റൈറ്റിംഗ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് നിങ്ങളുടെ ഫെയ്റ്റ്, സിവിൽ സർവീസിലുള്ള നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് വെറും 10 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സാം എങ്ങനെ നിങ്ങളൊരു എക്സാം ഹാളിലിരുന്ന് എഴുതുമെന്നുള്ളതാണ്. ഒരു ഇവാലുവേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ പേപ്പർ വരും. നിങ്ങൾ ആരാണെന്ന് അറിയില്ല, നിങ്ങൾ എത്ര റിവിഷൻ നടത്തിയെന്ന് അറിയില്ല, നിങ്ങൾ എവിടെ പഠിച്ചതാണെന്ന് അറിയില്ല, നിങ്ങളുടെ പേരറിയില്ല, നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് അറിയില്ല. ഈ മുന്നിലോട്ട് വരുന്ന പേപ്പറിൽ എത്രമാത്രം കണ്ടന്റ് ഉണ്ടെന്നും എത്ര ചോദ്യം എഴുതിയെന്നുള്ളതും എത്ര സ്ട്രക്ചേർഡ് ആയിട്ട് എത്ര പ്രസൻറ്റബിൾ ആയിട്ട് എഴുതിയെന്നുള്ളതുമാണ് നിങ്ങളുടെ ഫെയ്റ്റ് തീരുമാനിക്കുന്നത്. അതൊരിക്കലും ആ എക്സാം ഹാളിൽ ഇരുന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങണം. ഡെയിലി GS ആൻസർ റൈറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഈ സമയമാണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സമയങ്ങൾ. കാര്യം ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിലിംസിൻ്റെ ആ ഒരു ഫീവർ നമ്മൾ പിടികൂടും. അപ്പോൾ അതേ നമ്മൾ ആൻസർ റൈറ്റിംഗ് മാറ്റി വെക്കും. പിന്നീട് നമ്മൾ പ്രിലിംസിന് ശേഷം കിട്ടാൻ പോകുന്ന 2-2.5 മാസത്തിൽ ഒരിക്കലും നമുക്ക് ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ റൈറ്റ് എവറി ഡേ, എല്ലാ ദിവസവും എഴുതുക എന്നുള്ളത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് വാങ്ങുക. ഇപ്പം നിങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് വിത്തൗട്ട് എനി ഫീഡ്ബാക്ക്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പോൾ റോങ് ആയിട്ടുള്ളൊരു ട്രാക്കിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ റോങ് ട്രാക്കിലാണ് പോകുന്നതെന്നുള്ളത്. നമ്മൾ ആ ട്രാക്കിലൂടെ തന്നെ പോകും, തെറ്റായ ട്രാക്കിൽ. പക്ഷെ നമ്മൾ എത്തേണ്ടത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ വഴി തെറ്റുന്ന സമയത്ത് നിങ്ങളെ റൈറ്റ് ട്രാക്കിലോട്ട് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു ഫീഡ്ബാക്ക് തരാനായിട്ടുള്ള ആരെങ്കിലും വേണം. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മിസ്ഗൈഡഡ് ആയി പോകരുത്. നിങ്ങൾ ഒരാളോട് കറക്ഷൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരാളോട് നിങ്ങൾക്ക് വേണ്ട ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ വാങ്ങരുത്. കൃത്യമായിട്ട് ക്രെഡൻഷ്യൽസ് നോക്കുക, ക്രെഡിബിലിറ്റി നോക്കുക, അവർ എത്രമാത്രം ഈ കാര്യത്തിൽ ആപ്റ്റ് ആണെന്നുള്ളതിനെ പറ്റി തിരിച്ചറിയുക. അതിനുശേഷം മാത്രമേ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുള്ളൂ.
ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അടുത്ത ആൻസർ എഴുതുമ്പോഴേക്കും അതിന് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറെ കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ഈ പരീക്ഷ പാസ്സാകാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൻസർ റൈറ്റിങ്ങിലൂടെ സ്മോളർ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്നും ആൻസർ എഴുതണമെന്നുള്ളത്, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ നമ്മൾ ആ ഒരു ഓണസ്റ്റി കാണിക്കുന്നില്ല, നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി 1-2 ആൻസേഴ്സ് എങ്കിലും എഴുതുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണ് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UPSCയുടെ ആൻസർ റൈറ്റിംഗ് പ്രോസസ്സ് അത് ഏറ്റവും നല്ല രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 6 months എടുക്കും. ഒരു ഫോർട്ട്നൈറ്റിൽ നമുക്ക് ഒരിക്കലും UPSCയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാനൊന്നും പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. അപ്പം നമ്മളതിന് സമയം കൊടുക്കണം. ഇപ്പം കൊടുത്തു തുടങ്ങിയാൽ മാത്രമേ ഒരു 3 to 4 months നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങുക. ഡെയിലി ബേസിസിൽ മൊമെൻ്റ് നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ട് ആൻസർ എഴുതുകയും അതിന് ഫീഡ്ബാക്ക് വാങ്ങുകയും ആ ഫീഡ്ബാക്കിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയും ചെയ്ത് ഒരു 4 months നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസ്റ്റർ ഇൻ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലോട്ട് എത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതേ സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, അണ്ടർസ്റ്റാൻഡിങ് ദി ഡിമാൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഇപ്പോൾ എൻ്റെ മുന്നിൽ 3-4 മെയിൻസ് ഒക്കെ എഴുതിയ കുട്ടികൾ വരുവേ, ചില സമയം നമുക്ക് സങ്കടമായി പോകും. 3-4 അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പോലും ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത കുട്ടികളാണ് പലപ്പോഴും. ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുള്ള മെയിൻ ടോപ്പിക് എന്താണ്, സബ് ടോപ്പിക് എന്താണ്, അത് തമ്മിലുള്ള ഇന്റർലിങ്കേജ് എങ്ങനെയാണ്, കൊടുത്തേക്കുന്ന ഡയറക്റ്റീവ് എന്താണ്. ഈ ക്വസ്റ്റ്യനെ നല്ല രീതിയിലൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കിയാൽ മാത്രമേ യു ക്യാൻ സ്ട്രക്ചർ ആൻസേഴ്സ്. ഒരു നല്ല സ്ട്രക്ചർ കൊണ്ടുവരിക. ഇപ്പോൾ ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ല ഞാൻ പറയുന്നത്. ബോഡിയുടെ ഉള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കിയത് പ്രകാരം കൃത്യമായിട്ടുള്ള സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ റൈറ്റ് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരിക്കലും വളരെ നല്ല ആൻസർ പെട്ടെന്ന് അങ്ങ് എഴുതാൻ പറ്റില്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ യു നീഡ് സ്ട്രക്ചേർഡ് തോട്ട്. നമ്മുടെ തോട്ടിന് സ്ട്രക്ചർ വേണം, തോട്ടിന് അതിൻ്റേതായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ വേണം, അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിസം വേണം. അതിലൂടെ മാത്രമേ നമുക്ക് നല്ല ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ആൻസർ വരണമെന്നുണ്ടെങ്കിൽ ആ തോട്ട് സ്ട്രക്ചേർഡ് ആയതുകൊണ്ടാണ്. അതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുക, എക്സാമ്പിൾസ് യൂസ് ചെയ്ത് തുടങ്ങുക. ഓരോ പോയിന്റ് എഴുതുമ്പോഴും അതിനെ സബ്സ്റ്റൻഷ്യേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ക്ലാസിക് ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് പഠിച്ച് തുടങ്ങുക, എഴുതി ശീലിക്കുക. എല്ലാ പോയിന്റിനും ഓരോരോ എക്സാമ്പിൾ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. വാല്യൂ അഡീഷൻ കൊണ്ടുവരിക, എക്സാമ്പിൾസ്, കേസ് സ്റ്റഡീസ്, ഫാക്റ്റുകൾ, പേഴ്സണാലിറ്റീസിൻ്റെ പേരുകൾ, കോട്ടുകൾ, ഈ രീതിയിലുള്ള വാല്യൂ അഡീഷൻ നടത്തുക. അത് ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിലായിരിക്കാം. ഇപ്പോൾ പൊളിറ്റിയിൽ നമുക്ക് വേണ്ടത് കമ്മിറ്റി റിപ്പോർട്ട്സ് ആയിരിക്കാം, ആർട്ടിക്കിൾസ് ആയിരിക്കാം, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ആയിരിക്കാം. നമുക്ക് എക്കണോമിയിൽ വേണ്ടത് ഫാക്റ്റുകളായിരിക്കാം, ഗ്രാഫുകളായിരിക്കാം, അവിടെയും റിപ്പോർട്ടുകൾ ഉണ്ടാകാം. IRൽ നമുക്ക് വേണ്ടത് ചിലപ്പോൾ കുറച്ച് നല്ല പ്രധാനപ്പെട്ട കീവേഡുകളായിരിക്കാം. അതെങ്ങനെയാണോ അത് ചേരേണ്ട രൂപത്തിൽ ഓരോ സബ്ജക്റ്റിനും വേണ്ടിയിട്ട് ഒപ്റ്റിമലായിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബെറ്റർ ആയിട്ടുള്ള കൺക്ലൂഷൻസ് എഴുതി ശീലിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും നമ്മുടെ പിള്ളേരോട് പറയാറുള്ളൊരു കാര്യമാണ്, ആക്ച്വലി കൺക്ലൂഷൻ ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ ഡിസൈഡിങ് യുവർ മാർക്ക്. കാര്യം ഒരു ഇവാലുവേറ്ററിൻ്റെ ഒരു സൈക്കിൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇൻട്രൊഡക്ഷൻ അദ്ദേഹം വായിക്കുമ്പോഴേക്കും ഒരു ഇംപ്രഷൻ ഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ബൈ ദി ടൈം ഹീ ഈസ് ഗോയിങ് ടു ഗിവ് യു മാർക്സ്, ഹി മൈറ്റ് ഹാവ് ഫോർഗട്ടൺ അബൌട്ട് ദി ഇൻട്രൊഡക്ഷനെ പറ്റി അദ്ദേഹം മറന്നു തന്നെ പോയിട്ടുണ്ടാവും. ശരിക്കും ഈ കൺക്ലൂഷനാണ് ഒരു ലാസ്റ്റ് നെയിൽ എന്നൊക്കെ നമ്മൾ പറയുക. ഒരു ഫൈനൽ ഇംപ്രിന്റ് എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. ഈ കൺക്ലൂഷനാണ് ഇവാലുവേറ്ററുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇഫ് യു ക്യാൻ റൈറ്റ് റിയലി ഗുഡ് കൺക്ലൂഷൻ, ഇറ്റ് മീൻസ് ദാറ്റ് ഇവാലുവേറ്ററിനെ മാർക്കിടുന്ന ആ ഒരു വേളയിൽ, ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 1/2 മാർക്കെങ്കിലും കൂടുതൽ വീരാം. ഈ 1/2 മാർക്ക് 20 ക്വസ്റ്റ്യൻസിൽ വന്നു കഴിഞ്ഞാൽ 10 മാർക്കായി. 7 പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ എത്രയായി? 40 മാർക്കായി. ഒരു ടോപ്പർ ആകാൻ നിങ്ങൾക്ക് അതായിരിക്കും ചിലപ്പോൾ വേണ്ടത്. ടൈം മാനേജ്മെൻറ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു കാര്യം ടൈം കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ ആൻസർ എഴുതുക എന്നുള്ളതായിരിക്കും. ഇനിയെങ്കിലും നിങ്ങൾ അതിനെ ബെറ്റർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണ്. എനിക്കിത് പറയുമ്പോഴേക്കും ചില സ്റ്റുഡൻസിൻ്റെ മുഖം തന്നെ ഓർമ്മയുണ്ട്.
ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 2 കൊല്ലമായിട്ട് പറയുന്നുണ്ട് ടൈമിൽ മാനേജ് ചെയ്യാൻ പഠിക്കണം. കാര്യം എല്ലാവർക്കും നല്ല ആൻസർ എഴുതാം, പ്രൊവൈഡഡ് ടൈം. 5 മണിക്കൂർ ഉണ്ടെങ്കിൽ ആർക്കാ നല്ല ആൻസർ എഴുതാൻ പറ്റാത്ത? എല്ലാവർക്കും കണ്ടന്റ് ഉണ്ട്. ഇത് 3 മണിക്കൂറിൽ എഴുതി തീർക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കടമ്പയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. സോ ഇവിടെ ടൈം മാനേജ്മെന്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബെറ്റർ ആക്കി കൊണ്ടുവരിക. ഇങ്ങനെ സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുമ്പോഴാണ് ബിഗ് സ്കോർ ഡിഫറൻസസ് ഉണ്ടാകുന്നത്. ഈ 120 മാർക്കും 80 മാർക്കും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണ്. ഒരു ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഒരു ആവറേജ് മാർക്കിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 2 മാർക്കായിരിക്കും കൂടുതൽ കിട്ടാൻ പോകുന്നത്. 2 മാർക്ക് ഓരോ ക്വസ്റ്റ്യനിലും. ഈ 2 മാർക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ചിലപ്പോൾ ഒരു നല്ല സ്ട്രക്ചറിലൂടെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ മൾട്ടി ഡയമെൻഷനലായിട്ട് ആലോചിക്കുന്നതിലൂടെ ആയിരിക്കും. ചിലപ്പോൾ നല്ലൊരു എക്സാമ്പിൾസിലൂടെ ആയിരിക്കും. ചിലപ്പോൾ നല്ല വാല്യൂ എഡീഷൻ നടത്തുന്നതിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ഒരു കൺക്ലൂഷൻ ആയിരിക്കും ഒരു 1/2 മാർക്ക് തരുന്നുണ്ടാകുക. ടൈം മാനേജ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് കോംപ്രമൈസ് ചെയ്യാതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. 2 മാർക്ക് പെർ ഈച്ച് ക്വസ്റ്റ്യൻ ക്യുമുലേറ്റീവ്ലി എത്രയായി? 20 ചോദ്യം എന്ന് പറയുമ്പോഴേക്കും 40 മാർക്കായി. അപ്പോൾ ഈ 80 ഒരു ആവറേജ് മാർക്കിൽ നിന്ന് 120 എന്ന് പറയുന്ന ടോപ്പറിൻ്റെ മാർക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്മോൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എവറിത്തിങ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ പ്രിപ്പറേഷനിൽ നിൽക്കാൻ വേണ്ടി. ഇനി സ്റ്റഡി ഓൺലി വാട്ട് യു നീഡ്. നിങ്ങൾ വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി, എന്നും ആൻസർ എഴുതി തുടങ്ങി. മെയിൻസ് ഇപ്പോഴാണോ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഒരിക്കലും നവംബറിന് ശേഷമോ ഡിസംബറിന് ശേഷമോ മെയിൻസിലോട്ട് പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൻസ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചു വെക്കണം. ഇനി ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ആസ്പിറൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ കൂടുതലും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇപ്പം തന്നെ പറയാം. ലക്ഷ്മികാന്ത് എടുത്ത് വായിക്കുക. അടുത്തത് സ്പെക്ട്രം എടുത്ത് വായിക്കുക. UPSCയിൽ ഈ 2 സബ്ജക്ട്സിൻ്റെയും ബൈബിളായിട്ടുള്ള ഈ 2 ബുക്കുണ്ട്. എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് വായിച്ചാൽ എപ്പോഴും മനസ്സിലാവുകയും ചെയ്യും. ആ ബുക്ക് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത്യാവശ്യം വായിച്ചതാ. ആ ബുക്ക് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. അതിനൊരു കറുത്ത കളറായിട്ടുണ്ട്. നിങ്ങൾ റിവിഷൻ നടത്തി അതും വെളുത്ത കളറാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മര്യാദക്ക് പഠിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ 2 ബുക്കിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും കൂടുതലായിട്ട്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും അല്ല നമ്മൾ വീണ്ടും പഠിക്കേണ്ടത്. മക്കളെ നമ്മൾ മനസ്സിലാക്കുക, അവിടെ നമുക്ക് കുറച്ച് കണ്ടന്റ് ആയി ഓൾറെഡി. നമുക്ക് നമ്മുടെ സമാധാനത്തിനും നമ്മുടെ സന്തോഷത്തിനും അല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് കൂടുന്നുണ്ടാവുമോ? കൂടുന്നുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ആ പൊളിറ്റിയും ഹിസ്റ്ററിയിലും ചോദ്യം ചോദിക്കേണ്ട. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എക്കണോമിയിൽ വീക്കാണോ? എക്കണോമിയുടെ ടീച്ചേഴ്സിനോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. ഞാനൊരു ആവറേജ് ആസ്പിറൻറ്റിൻ്റെ ഒരു സ്വഭാവം പറയുകയാണ്. എക്കണോമി അത്ര പഠിച്ചിട്ടുണ്ടാവില്ല, എസ്പെഷ്യലി ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ. പ്രിലിംസിന് പഠിച്ചിട്ടുണ്ടാവും, മെയിൻസിന് പഠിച്ചിട്ടുണ്ടാവില്ല. വീക്കാണോ? അങ്ങനെയാണെങ്കിൽ എക്കണോമിയിൽ റിവിഷൻ നടത്തുക. എത്തിക്സ് വീക്കാണോ? അത് ഒരു സെക്കൻഡ് അറ്റംപ്റ്റിന് പോകുന്ന എല്ലാവരും വീക്കായിരിക്കും. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ഈ 4 കോർ സബ്ജക്റ്റിൻ്റെ പുറകെ പോകുമ്പോൾ പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എത്തിക്സ് ആരും പഠിക്കുന്നുണ്ടാവില്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. എത്തിക്സ് വീക്കാണോ? സ്വയം ചോദിക്കുക. വീക്കാണെങ്കിൽ ഫോക്കസ് ഓൺ എത്തിക്സ്. സീലിംഗ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്ക് കിട്ടും. 130, 140 വരെ വാങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിരുന്ന് പഠിക്കുക. ഇപ്പോഴേ പഠിക്കുക, ഫോക്കസ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ. വീക്ക് ഇൻ എൻവയോൺമെൻറ്റിലാണോ നിങ്ങൾ വീക്കാകുന്നത്? അങ്ങനെയാണെങ്കിൽ എൻവയോൺമെൻറ്റിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക. അത് കംപ്ലീറ്റ്ലി എടുത്ത് വീണ്ടും പഠിക്കുക എന്നുള്ളതല്ല. അതിൽ പഠിക്കേണ്ടത് പോലെ പഠിക്കുക. കോർ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പഠിക്കുക. പഠിക്കാത്ത ഏരിയാസിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ വീണ്ടും എൻഡിയർ സിലബസ് UPSC തന്നേക്കുന്നത് പോലെ എടുത്ത് വെച്ച് അങ്ങ് വായിച്ച് തീർക്കലല്ല വേണ്ടത്. നിങ്ങൾ കണ്ടെത്തുക എന്താണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. നോ നീഡ് ടു റീസ്റ്റാർട്ട് ദി എൻഡിയർ സിലബസ്, ബട്ട് ഓൺലി സ്റ്റഡി ദോസ് ടോപ്പിക് വിച്ച് നീഡ് ഫോക്കസ്. അത് നിങ്ങൾ കണ്ടെത്തുക. അത് കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഏതാ പഠിക്കേണ്ടതെന്നുള്ളത്. ഇനി മന്ത്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ. ഈ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി കൂടിയത് നമ്മൾ ഈ പ്രിലിംസിൻ്റെ എക്സാമിൽ കണ്ടു. ഈ വരാൻ പോകുന്ന മെയിൻസിലും കണ്ടോ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം കുറച്ചും കൂടി കൂടാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം, ഈവൻ ഒരു ടീച്ചർ എന്ന രൂപത്തിൽ ഞാനും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് 3 മണിക്കൂർ കളയേണ്ടെന്ന് പറയാറുണ്ട്. കാര്യം എന്താ? നമ്മളൊരു പ്രയോറിറ്റി വെക്കണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് പോലത്തെ സബ്ജക്റ്റ് പഠിക്കാനും PCM ബാച്ചിൻ്റെ ക്ലാസ്സസ് കേൾക്കാനും
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ന്യൂസ് പേപ്പർ അനാലിസിസ് 3 മണിക്കൂർ നിങ്ങൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നും എവിടെയും എത്താൻ പോകുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി പ്രാഗ്മാറ്റിക് ആയിട്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നേരെ പോയിട്ട് 3 hours കറണ്ട് അഫയേഴ്സ് എന്ന് ന്യൂസ് പേപ്പർ വായിച്ച് പഠിക്കേണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ആ ഒരു കാലം നിങ്ങളുടെ കഴിഞ്ഞു. നൗ യു ആർ എ റിപ്പീറ്റർ. നിങ്ങൾ പണ്ടത്തെ ഫ്രഷർ ആസ്പിറൻ്റ് അല്ല, ഇപ്പം നിങ്ങളൊരു റിപ്പീറ്റർ ആണ്. അത്യാവശ്യം നോളജൊക്കെ ഉണ്ട്, കോർ സബ്ജക്ട്സ് ഒക്കെ ഏറെക്കുറെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി, ക്ലാസ് ഒക്കെ കേട്ടു. ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭൂരിഭാഗം ആസ്പിറൻസും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഈ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി കമ്പൈലേഷൻ വായിക്കുന്നത് മാത്രമായിട്ട് ചുരുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 1 hour ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ന്യൂസ് പേപ്പർ വൃത്തിയായിട്ട് വായിക്കുക. എക്സാമ്പിൾസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ന്യൂസ് പേപ്പറിൽ നടത്തിയെടുക്കാൻ വേണ്ടി നോക്കുക. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കുക. പലപ്പോഴും ആസ്പിറൻസ് ചോദിക്കുന്ന ചില ബ്ലണ്ടർ ചോദ്യങ്ങളാണ്, സാർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ഞാൻ നോട്ടൊന്നും എഴുതുന്നില്ല. നോട്ട് എഴുതാതെ നിങ്ങൾ ഇനി 1 കൊല്ലം കഴിഞ്ഞ് വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ളത് ഓർത്ത് വെക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ആരാ? ഇന്ന് വായിച്ച ന്യൂസ് പേപ്പറിലുള്ള കണ്ടന്റ് നിങ്ങൾ അടുത്ത മെയിൻസ് എക്സാമിന് ഓർത്തെഴുതാൻ പോവാണോ? അതൊന്നും നടക്കൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഓറ ഒന്ന് മാറ്റി വെക്കുക. അതൊന്നും നിങ്ങളെ കൊണ്ട് നടക്കില്ല. നോട്ടിലോട്ട് എഴുതി വെക്കുക, നോട്ട് ഉണ്ടാക്കുക. കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ച കാര്യങ്ങൾ നോട്ടിലോട്ട് എഴുതി വെക്കുക. അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിവിഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടോ, ആ ന്യൂസ് പേപ്പർ വായന കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ നോട്ട് മേക്കിംഗ്. നോട്ട് ഉണ്ടാക്കുക കൃത്യമായിട്ട്. എന്നിട്ട് നോട്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് എല്ലാ മന്തിലും ആ നോട്ട്സിനെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുക, ടോപ്പിക് വൈസ് ആയിട്ട് തിരിക്കുക, അത് വീണ്ടും റിവിഷൻ നടത്തുക. മന്ത്ലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് എടുത്ത് നോക്കുക. മെയിൻസ് എക്സാം എഴുതുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സിൽ വന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എക്സാമ്പിൾസിൻ്റെ രൂപത്തിൽ, ഡേറ്റയുടെ രൂപത്തിൽ, കേസ് സ്റ്റഡീസിൻ്റെ രൂപത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡ് ഒന്നുമല്ല. അത് വേണ്ട രൂപത്തിൽ നമ്മൾ പഠിക്കണം, നോട്ടാക്കണം, അത് അപ്ലൈ ചെയ്യണം. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഒരു സയൻറ്റിഫിക് ലേണിംഗ് ആകുള്ളൂ കേട്ടോ. ഇനി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, അത് പ്രിലിംസിന് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് എന്താണ്, മെയിൻസിന് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് എന്താണ്, എസ്സേക്ക് എങ്ങനെ കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്യുക, എത്തിക്സിന് വേണ്ട എക്സാമ്പിൾസ് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നുണ്ടോ, ഇൻ്റർവ്യൂവിന് വേണ്ട ഒപ്പീനിയൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടോ. ഈ രൂപത്തിലോട്ട് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ മാറണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇതൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. ആ സമയത്തുള്ള നിങ്ങളുടെ നോളജ് ബേസ് ലിമിറ്റഡ് ആണ്, നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി വീക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, 1 കൊല്ലം മുന്നേ നിന്ന ഫ്രഷർ അല്ല നിങ്ങളിപ്പോൾ വന്ന ആസ്പിറൻ്റ് അല്ല, നിങ്ങളിപ്പോൾ വന്ന റിപ്പീറ്റർ. 1 കൊല്ലം കഴിഞ്ഞു, അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഈ രീതിയിലോട്ട് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷനെ വളർത്തുക, എൻറിച്ച് ചെയ്യുക, മെച്ചപ്പെടുത്തുക കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക. ഇനി മെയിൻസിൻ്റെ എൻറിച്ച്മെൻറ്റ് കൃത്യമായിട്ട് നടത്താം. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് GS പേപ്പർ 1, 2, 3, 4 ഈ 4 പേപ്പറിൽ കൃത്യമായിട്ടുള്ള എൻറിച്ച്മെൻറ്റ് നടത്തുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പോൾ എൻറിച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ലക്ഷ്മികാന്ത് വായിച്ചൊരു കുട്ടിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ലക്ഷ്മികാന്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുമെന്ന്. മെയിൻസിന് വേണ്ടിയിട്ട് ലക്ഷ്മികാന്തിന് അപ്പുറത്തോട്ടുള്ളൊരു വാല്യൂ അഡീഷൻ നമ്മൾ നടത്തണം. അതിൻ്റെ മെറ്റീരിയൽസ് വായിക്കണം. ലക്ഷ്മികാന്ത് വായിക്കേണ്ടെന്നല്ല, അത് വായിക്കണം. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു 70% നിങ്ങളുടെ മെയിൻസ് റെഡി ആക്കുന്നുണ്ട്. ഒരു 30% അഡീഷണൽ കണ്ടന്റ് ചിലപ്പോൾ വരാൻ പോകുന്നത് വേറെ ഏതെങ്കിലും ബുക്കിൽ നിന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണ്ട രൂപത്തിലുള്ള കണ്ടന്റ് ഇമ്പ്രൂവ്മെന്റ് നടത്തുക. ആൻസർ റൈറ്റിങ്ങിന് അത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കൂടുതൽ വാങ്ങുക. ഇപ്പോൾ എക്കണോമി നിങ്ങൾ പഠിക്കുമ്പോഴേക്കും വീണ്ടും പോയിട്ട് ശങ്കർ ഗണേഷ് വായിക്കുന്നതിൽ കാര്യമില്ല. എക്കണോമി UPSCക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു കണ്ടന്റ് എൻറിച്ച്മെന്റ് നടത്തണം. കീവേഡ്സ് മനസ്സിലാക്കുക, ഡേറ്റ കളക്ട് ചെയ്യുക, ന്യൂസ് പേപ്പറിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നമ്മൾ പ്രിലിംസിന് നമ്മൾ പഠിക്കാതിരുന്ന ടോപ്പിക്ക് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ, അല്ലെങ്കിൽ PDS, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക് ഉണ്ടല്ലോ. ആ ടോപ്പിക്ക് ബഫർ സ്റ്റോക്ക്, ഇങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ പഠിക്കുക. ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസിന് പഠിച്ചു കാണൂല, പഠിക്കുക. IRൽ കുറേ കൺട്രീസിനെ പറ്റി മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കുക, കുറച്ചും കൂടി കീവേഡുകൾ കളക്ട് ചെയ്യുക. ആ രീതിയിലോട്ടൊന്ന് മാറുക.
എസ് എ റൈറ്റിംഗ് നിങ്ങൾ എന്താണെങ്കിലും ഫോക്കസ് ചെയ്യണം, ഇപ്പോഴേ തന്നെ ഫോക്കസ് ചെയ്യണം. പലപ്പോഴും പല കുട്ടികളും എസ്സേസിനെയൊക്കെ ദേ ആർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. എസ് എയൊക്കെ വെറുതെ പോയി മാർക്ക് കിട്ടും എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. നമ്മൾ അത്ര മെയിനൊന്നും അല്ല, പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ സർവീസിൽ കയറുന്നത്. അവരായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലല്ലേ നടക്കുകയുള്ളൂ. ഈ എസ് ഐയും എത്തിക്സിൻ്റെ ഒക്കെ ഗുണം എന്താണെന്നറിയോ? ഓൾസോ ഓപ്ഷണൽ. സീലിംഗ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്ക് കിട്ടും. ഇപ്പോൾ GS 123 മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 80 to 120 ഇടയിലായിരിക്കും. ഭൂരിഭാഗം ആളുകൾ ഒരു 90 ഉള്ളിൽ സ്റ്റക്ക് ആവും. എസ് എ എത്തിക്സ് ഓപ്ഷണൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും വളരെയധികം മാർക്ക് കൂടുതൽ വാങ്ങാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് കൂടുതൽ വാങ്ങാൻ പറ്റുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് എസ് എ അല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എസ് എ അതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ കണ്ടംപററി തീംസിനെ ബേസ് ചെയ്തിട്ടുള്ള എസ് എ അതൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. ഫിലോസഫിക്കൽ എസ്സേസും എഴുതി നോക്കണം. UPSC ചിലപ്പോൾ ആ എസ് എ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഗവേണൻസ് ബേസ്ഡ് ആയിട്ടുള്ള എസ് എ എഴുതി നോക്കണം. അപ്പോൾ പല ടൈപ്പ് ഓഫ്, പല ടെംപ്ലേറ്റിലുള്ള, പല തീമിലുള്ള എസ്സേസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു ഹൈ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലോട്ട് വരുള്ളൂ കേട്ടോ. ഇനി എസ് എ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, എത്തിക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, എത്തിക്കൽ ഫ്രെയിം വർക്കുകൾ ഡെവലപ്പ് ചെയ്യുക. ഒരു എത്തിക്സിൻ്റെ ചോദ്യം കിട്ടുമ്പോഴേക്കും ആ എത്തിക്സിൻ്റെ ചോദ്യത്തിന് നമുക്ക് എങ്ങനെയാണ് ചിന്തിച്ചെടുക്കേണ്ടത്, ഹൗ വി തിങ്ക് ത്രൂ എ ക്വസ്റ്റ്യൻ, ഒരു മെയിൻസിൻ്റെ ക്വസ്റ്റ്യനിലൂടെ എങ്ങനെയാണ് തിങ്ക് ത്രൂ ചെയ്യുന്നത്, ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുക. അതായത് തിങ്കേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിൻ്റെ കീവേഡിനെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുക. തിങ്കേഴ്സിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക. എത്തിക്സിൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ചെയ്യേണ്ട കീവേഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. കേസ് സ്റ്റഡിക്ക് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സിൽ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും ആ ഒരു ഭാഗം, അത് ഈ സിലബസിൻ്റെ എൻഡിലായതുകൊണ്ട് ആ ഒരു ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ പഠിച്ച് മടുത്തിട്ടുണ്ടാവും. അങ്ങനെ മടുത്തിട്ടുള്ള ആളുകൾ ആ ഭാഗം ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക. തുടക്കത്തിലുള്ള തിങ്കേഴ്സിനെ പറ്റി ഒന്നും പഠിക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സിൽ നിന്ന് തുടങ്ങുക. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്, ബട്ട് ഏറ്റവും ഇഗ്നോർഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. അത് എത്തിക്സ് പഠിക്കേണ്ടെന്ന് പോലും പറയുന്ന ടീച്ചേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്വയം എഴുതാൻ പറ്റും പോലും. എങ്ങനെ സ്വയം എഴുതാൻ പറ്റുന്നത്? ഇറ്റ്സ് എ ബ്ലഡി കോമ്പറ്റേറ്റീവ് എക്സാം. എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ചെയ്ത് എഴുതുന്നത് കൊണ്ട് അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. ആ ഒരു കോമ്പറ്റീഷൻ്റെ ഇടയിലോട്ട് നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എത്തിക്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്കോർ കിട്ടും എന്നൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ മണ്ടത്തരാണ്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോഴും അതിൽ വർക്ക് ചെയ്യുക. ഞാൻ പണ്ട് ജാമ്യയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിക്ക് 135 ആയിരുന്നു മാർക്ക്. അന്ന് ടോപ്പേഴ്സിൻ്റെ മാർക്കൊക്കെ 110 ഉള്ളൂ. 25 മാർക്കാണ് കൂടുതൽ വാങ്ങിയേക്കുന്നത്. പ്രിയങ്ക ശുക്ല എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ നമുക്കിടയിൽ ഈ കുട്ടിയുടെ ആൻസേഴ്സ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. എല്ലാ ദിവസവും 3 എത്തിക്സ് ആൻസർ ആ കുട്ടി കംപ്ലീറ്റ് 1 ഇയർ എഴുതിയിട്ടുണ്ട്. 3 എണ്ണം എല്ലാ ദിവസവും, 1 വർഷം തുടർച്ചയായിട്ട്. അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് കാണണം. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നത് കൊണ്ടാണ് 25 മാർക്ക് ടോപ്പേഴ്സിനേക്കാളും കൂട്ടാനായിട്ട് ആ കുട്ടിക്ക് പറ്റിയത്. ഞാനൊരു ആവറേജ് മാർക്കല്ല പറഞ്ഞത്. ടോപ്പറിൻ്റെ മാർക്ക് 110 ആണെങ്കിൽ ഈ കുട്ടിക്ക് 135 ആണ്. അതിൻ്റെ അടുത്ത് വേറൊരാൾക്ക് മാർക്ക് പോലും വീണിട്ടില്ല. UPSC നോർമലൈസേഷൻ നടത്തുന്നില്ലെന്ന് പോലും നമ്മൾ ആലോചിച്ച് പോയൊരു സമയമായിരുന്നു അത്. ഗീസ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതേ നമ്മുടെ ഓഗസ്റ്റ് മുതൽ ഇങ്ങ് നവംബർ വരെയുള്ള പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ്. ഒരു ജൂലൈ പകുതി മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇതുവരെയുള്ള പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷണൽ GSൻ്റെ പേപ്പേഴ്സ്, എത്തിക്സിന് എന്താ ചെയ്യേണ്ടത്, എസ്സേക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അത് കൃത്യമായിട്ട് ഒരു നവംബർ ആകുമ്പോഴേക്ക് നിങ്ങൾ ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിൻ്റെ സമയത്ത് നമുക്കൊരു പ്രിലിംസിൻ്റെ ഫീവർ നമ്മൾ പിടികൂടും. അതിൻ്റെ ഒരു ഹീറ്റ് നമുക്ക് അടിക്കും. അത് നമ്മൾ സ്വാഭാവികമാണ്. ഈ പ്രിപ്പറേഷൻ ചെയ്യണതിൽ അങ്ങനെ വരുള്ളൂ. പ്രിലിംസിന് പഠിക്കാനായിട്ട് നമ്മുടെ മനസ്സ് വെമ്പും. കാര്യം പ്രിലിംസ് നമുക്ക് ലാസ്റ്റ് ഇയർ നമുക്ക് പാസ്സാകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോബിയ, അതിൻ്റെ ഒരു പേടി നമുക്ക് കുറച്ച് നേരത്തെ തുടങ്ങും. പിന്നെ നമ്മൾ പ്രിലിംസ് പഠിക്കാൻ ഇങ്ങനെ വൈകിപ്പിച്ച് വെച്ചാൽ പോലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി, ആ ഒരു ടെൻഷൻ ഇങ്ങനെ സർജ് ചെയ്ത് വരും. അപ്പോൾ നവംബർ മുതൽ നിങ്ങൾക്ക് പ്രിലിംസ് പഠിച്ചു തുടങ്ങാം. ഞാൻ അതിന് മുന്നേ ഉള്ളൊരു 4 മാസത്തിൽ മെയിൻസ് റെഡി ആകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 1 ഇയറിൽ 3 ഫേസസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഫേസാണ് ഞാൻ മെയിൻസിൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അടുത്തത് നവംബർ ടു ഫെബ്രുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിൻ്റെ
ഒരു മോഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ പ്രിലിംസിൻ്റെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് വി കാൺ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്താൽ പോലും നമുക്ക് പ്രിലിംസിന് ഒരിക്കലും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പ്രിലിംസ് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറിയിരിക്കുന്നു. UPSC ഹാസ് ബിക്കം എ സൈക്കോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ലേമാൻ രീതിയിൽ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ നവംബർ മുതലെങ്കിലും നമ്മൾ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രം നവംബർ യു വിൽ ബി പ്രിപ്പയറിംഗ് ഫോർ യുവർ പ്രിലിംസ്. അതിൽ തന്നെ നമുക്ക് 2 സൈക്കിളായിട്ട് നമുക്ക് തരംതിരിക്കാം. നവംബർ ടു ഫെബ്രുവരി ഒരു പ്രിപ്പറേഷൻ, ഒരു പ്രിലിംസ് മോഡിലോട്ട് കയറുന്ന ഒരു സമയം. നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ അക്യുറസി എത്രമാത്രം കൂട്ടാൻ പറ്റുമോ അത് കൂട്ടുക. സ്പീഡ്, റിവിഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഈ 4 കാര്യങ്ങളിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കണ്ടന്റിന്റെ പ്രിപ്പറേഷൻ ചെയ്യണം. പ്രിലിംസിന് വേണ്ടിയിട്ട് നല്ലൊരു കണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് കൂടാതെ ഒരു എക്സാം അപ്രോച്ച് നമ്മൾ കുറെ കൂടി ബെറ്റർ ആക്കണം. നമ്മുടെ അക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാനും നമുക്ക് പറ്റില്ല. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അറിഞ്ഞിട്ട് എഴുതാൻ നമുക്ക് പറ്റില്ല. ഒരു 90 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് 100% ഉറപ്പുള്ളൂ ബബിൾ ചെയ്യുന്ന സമയത്ത്. ബാക്കി 60 ക്വസ്റ്റ്യൻസ് നമ്മൾ 100% ഉറപ്പില്ലാതെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ അക്യുറസി കൂട്ടാം, നമ്മുടെ ഗസ് വർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, സ്പീഡ്, അത് പണ്ടത്തേനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. കാര്യം ഈ പ്രാവശ്യത്തെ പ്രിലിംസിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് കുറേ ആസ്പിറൻസിന് വിനയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പീഡിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഇപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പേപ്പർ ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ അത് കൃത്യമായിട്ടുള്ള സമയത്ത് മാനേജ് ചെയ്യാം, റിവിഷൻ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം, എങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എക്സാം ഹാളിൽ നിന്ന് എടുക്കാം, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം കേട്ടോ. ഇനി ഡെയിലി പ്രിലിംസിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് വേണം. എല്ലാ ദിവസവും നമ്മൾ പ്രിലിംസിൻ്റെ ഒരു പ്രാക്ടീസ് നടത്തണം. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് മുന്നേ കയറാൻ പറ്റാത്ത സ്ഥിതിക്ക് അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഒരു കുറവും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും എവറി ഡേ ദർ ഷുഡ് ബി MCQ പ്രാക്ടീസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്, പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങളത് കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം PYQ അനാലിസിസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ MCQ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുകയും അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ PYQs എടുത്തിട്ട് ചെയ്ത് നോക്കുക. UPSCയുടെ മൈൻഡ് സെറ്റ് എന്താണ്, UPSC എങ്ങനെയാണ് ചോദിക്കുന്നത്, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു സ്ട്രാറ്റജി കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? PYQ അനാലിസിസ് ടോപ്പിക്കിൻ്റെ പ്രിപ്പറേഷനും പ്രാക്ടീസിനോടൊപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്തു പോവുക. കറണ്ട് അഫയേഴ്സിൻ്റെ MCQs ചെയ്യുക. ഈ PYQ അനാലിസിസും PYQ വീണ്ടും എടുത്ത് ചെയ്യുന്നതിനും വേറെ കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ PYQs എല്ലാം ചെയ്തിരുന്നു, വീണ്ടും ഞാൻ PYQs ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഞാൻ പണ്ട് ചെയ്തതല്ലേ, വീണ്ടും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പറയുകയാണ്. നിങ്ങൾ ആദ്യത്തെ വർഷം വന്ന ഫ്രഷർ അല്ല നിങ്ങളിപ്പോൾ വന്ന റിപ്പീറ്റർ. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി, നിങ്ങളുടെ നോളജ് ബേസ് ബെറ്ററായി. നിങ്ങൾ അന്ന് PYQ കണ്ടതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ PYQന് അനാലിസിസ് നടത്താൻ പറ്റും. യു വിൽ ബി ഗെറ്റിംഗ് ബെറ്റർ ഇൻസൈറ്റ്സ്. അന്ന് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മെച്യൂരിറ്റിയും അക്കാഡമിക് നോളജും കണ്ടന്റും സ്ട്രാറ്റജിയും ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഇപ്പം നിങ്ങൾ ബെറ്ററാണ്. നിങ്ങളിപ്പോൾ PYQs ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻസൈറ്റ്സും ഇൻപുട്സും കിട്ടും. അപ്പോൾ പണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇനി ചെയ്യാതിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കരുത്. ഇനിയും അത് നിർബന്ധമായിട്ടും ചെയ്യണം. സ്റ്റാറ്റിക് പോർഷൻ്റെ റിവിഷനും കൃത്യമായിട്ട് ചെയ്തു പോകണം. ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യുക. ഒരു ഡെയിലി പ്രിലിം സിസ്റ്റം ആക്കിയതിനെ മാറ്റും. ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുക പ്രിലിംസിന് വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ് ഫ്രം നവംബർ സീരിയസ് ആയിട്ടൊരു പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടു തുടങ്ങണം. അതിലിതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. കൺസിസ്റ്റൻസി അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു മെഷീനായിട്ട് മാറണം. ഞാൻ നിങ്ങളെ നെഗറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇടയ്ക്ക് ചെയ്യും, പിന്നെ ചെയ്യില്ല, പിന്നെ ഇഷ്ടമുള്ള പോലെ പഠിക്കും, പിന്നെ കുറേ നേരം ചായ കുടിക്കാൻ പോകും, പിന്നെ റീഡിംഗ് റൂമിൽ നിന്ന് റിലേഷൻഷിപ്പ് ആവും. ഇതല്ല നമുക്ക് വേണ്ടത്. കൺസിസ്റ്റൻസി വേണം അവിടെ. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു സിസ്റ്റമായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്കിതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ ഒരു ഷോർട്ട് സ്പാനിൽ കുറേ അധികം കാര്യങ്ങളങ്ങ് ചെയ്യുന്ന ആളുകളൊന്നും ഈ പരീക്ഷ പാസ്സാകാറില്ല. പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് പ്രിലിംസ്. അത് നിർബന്ധമായിട്ടും ചെയ്യുക. CSATൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക.
ഈ പ്രിലിംസിന് തൊട്ട് മുന്നേ ഉള്ള 2 മാസത്തിലോട്ട് CSAT ചുരുക്കാതിരിക്കുക. പല പ്രാവശ്യവും അപായമണി മുഴങ്ങി അല്ലേ, പല പ്രാവശ്യവും വാർണിംഗ് സൈൻസ് തന്നു, എന്നിട്ടും വെച്ചോണ്ടിരുന്നു, അവസാനം പൊട്ടി. ഇതാണ് CSAT സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, വീണ്ടും അവസാനം നോക്കാം. ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് CSAT കിട്ടാതിരുന്നത്, ഈ കൊല്ലം CSAT ശരിയാവും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എങ്ങനെ വരുന്നു എന്തോ. ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് ഫോളിഷ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എന്താ, ഇൻസാനിറ്റി എന്നാ വിളിക്കാം, ഭ്രാന്ത്. കഴിഞ്ഞ പ്രാവശ്യം പോയോ, ഈ പ്രാവശ്യം അത് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇനി നിങ്ങൾ CSAT പാസ്സായ ആളുകളാണെങ്കിലും, ഒരു ജസ്റ്റ് മാർജിൽ പാസ്സായ ഒരാളാണെങ്കിലും CSAT ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, എന്തൊരു സൂസൈഡൽ ദ്രാവിഡാണ് നിങ്ങൾ. CSAT വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ CSAT വേണ്ട ഫോക്കസ് കൊടുക്കുക. അതിലെനിക്ക് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ CSAT വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിശ്ചിതമായിട്ടുള്ള സമയം മാറ്റി വെക്കുക, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കാര്യം UPSC അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വഴിമാറി സഞ്ചരിക്കാം. പുതിയ പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്ത് നോക്കുക. UPSC തന്നെ നടത്തുന്ന വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, വേറെ പരീക്ഷകളുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. SSCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക. എനിക്ക് പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് കൺക്ലൂഷൻസിലൊന്നും എത്താതിരിക്കുക. അതായത് ഞാൻ ന്യൂമറിക്കൽസ് മാത്രം പഠിക്കും, അങ്ങനെ പാസ്സാവും. കോംപ്രഹെൻഷനാണ് എൻ്റെ ഫോട്ടോ, ഞാൻ കോംപ്രഹെൻഷനിൽ ഫോക്കസ് ചെയ്യാം. ഈ പ്രാവശ്യം കോംപ്രഹെൻഷനിൽ ഫോക്കസ് ചെയ്ത ആളുകളൊക്കെ UPSC എന്ത് ചെയ്തു, അതികഠിനമായിട്ട് ശിക്ഷിച്ചു. ഒരു കണ്ണിച്ചോരയില്ലാതെ എന്ത് ചെയ്തു, കോംപ്രഹെൻഷൻ്റെ ചോദ്യത്തിൻ്റെ എണ്ണം കുറച്ചു. നമുക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, UPSC എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അൺപ്രഡിക്റ്റബിൾ സൈക്കോ സർവീസ് കമ്മീഷൻ തന്നെയാണ്. ഒരു സൈക്കോ ആണ്, ഒട്ടും പ്രഡിക്റ്റബിലിറ്റി ഇല്ല. ന്യൂമറിക്കൽസ് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അടുത്തോളം ചിലപ്പോൾ ന്യൂമറിക്കൽസിൽ നിന്ന് ചോദ്യം വരില്ല. നമുക്കറിയില്ല ഇതൊന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 1 hour CSAT വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾ CSAT ഫെയിൽ ചെയ്ത ഒരാളാണ്, നിങ്ങൾ ബ്രിങ്കിൽ പാസ്സായ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി 1 hour CSAT മാറ്റിവെക്കുക. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷൻ എത്തി, നിങ്ങളെ ഫോട്ടോ കണ്ടെത്തി അത് മാത്രം പഠിച്ചു പോവാൻ, ഇത് ഗെയിം വേറെ, UPSC. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും വിത്തൗട്ട് ഫെയിൽ കൃത്യമായിട്ട് ചെയ്തു പോവുക. ഒരു CSATൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾ തുടങ്ങുക. ഒരു സിസ്റ്റമിക് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. എല്ലാ വീക്കിലിയും ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സിന് വിധേയമാകുക. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പഠനത്തിൻ്റെ പോരായ്മകൾ കണ്ടെത്തണം, അതിൻ്റെ ബേസിസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ടെസ്റ്റ് എടുക്കുക. ഇപ്പം എത്ര പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരു പ്രിലിംസ് ടെസ്റ്റ്, 100 questions 200 marks, ഒരു കംപ്ലീറ്റ് പ്രിലിംസ് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തിൽ. നിങ്ങൾ UPSC എക്സാമിൽ പ്രിലിംസ് എക്സാം എഴുതുന്നതിന് മുമ്പ് അതേ പ്രോസസ്സ്, അതേ എക്സസൈസ് ഒരു 50 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പ്രാവശ്യം ചെയ്യുക. വീക്കിലി എന്നും ഒരു 100 questions പ്രിലിംസ് ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് എടുത്തതിന് ശേഷം സെൽഫ് അനാലിസിസ് നടത്തുക. അതിൻ്റെ മെൻറ്റർഷിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കാര്യം ഒരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസും ഫീഡ്ബാക്കും കിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. സ്വന്തമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റണമെന്നില്ല. എററിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുക. ടെസ്റ്റിംഗ് ഈസ് പ്രിപ്പറേഷൻ. ടെസ്റ്റ് ഇല്ലാതെ എന്ത് പ്രിപ്പറേഷൻ? നിങ്ങളിങ്ങനെ പഠിച്ച് പോകുന്നു. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാതെ ഇങ്ങനെ പോയി അവസാനം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യും, പൊട്ടും. പ്രാക്ടീസ് ഇല്ലാതെ നമുക്കിത് പാസ്സാകാൻ പറ്റില്ല. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രിലിംസ് എക്സാമിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ എന്താണെന്നറിയോ, ആരൊക്കെയാണോ പ്രാക്ടീസ് ചെയ്തത് അവർക്കെല്ലാം മാർക്കുണ്ട്. UPSC ചിലപ്പോൾ വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കും, പക്ഷെ നിങ്ങളുടെ പ്രാക്ടീസ് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ടാകണം. പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും, പക്ഷെ അത് കൃത്യമായി സിസ്റ്റമിക്കായി ഡിസിപ്ലിൻഡായി വീക്ക് ടു വീക്ക് ബേസിസിൽ ചെയ്യുകയും അത് ഈ പ്രോസസ്സിലൂടെ തന്നെ ചെയ്യുകയും വേണം. അതല്ലാതെ വെറുതെ ടെസ്റ്റ്, പല ആളുകളുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ, ടെസ്റ്റ് എഴുതുന്നു, കഴിയുന്നു, എല്ലാം കഴിഞ്ഞു, പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ് നോക്കില്ല, അതിൻ്റെ കണ്ടന്റിൽ അതിൻ്റെ ഒരു കണ്ടന്റ് എൻറിച്ച്മെന്റ് ഉണ്ടാവില്ല,
എറർ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല, നമ്മുടെ പോരായ്മകൾ മെൻറ്റർഷിപ്പിലൂടെ കണ്ടെത്തുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ പേരിന് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതൊരു ടെസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ എടുക്കുക. അതിനുശേഷം ഒരു മാർച്ച് ആയിക്കഴിഞ്ഞാൽ, നവംബർ മുതൽ നിങ്ങൾ ഫെബ്രുവരി വരെ ഇങ്ങനെ പോവുക. മാർച്ച് ആയിക്കഴിഞ്ഞാൽ യു ഷുഡ് ബി ഇൻ എ റിവിഷൻ മോഡ്. ഒരു റിവിഷൻ മോഡിലോട്ട് കയറുക. നമ്മൾ കഴിഞ്ഞൊരു 9 മാസമായിട്ട് പഠിക്കുന്നുണ്ട്. മാർച്ച് ആകുമ്പോഴേക്കും ഒരു 9 മാസത്തെ പ്രിപ്പറേഷനായി. ഇപ്പോൾ ജൂൺ മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 9 മാസത്തെ പ്രിപ്പറേഷൻ നമ്മളൊന്ന് കൺസോളിഡേറ്റ് ചെയ്യണം. പ്രിലിംസിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മുടെ മെമ്മറി എല്ലാം റീഫ്രഷ് ആകണം. എല്ലാ സബ്ജക്റ്റും റിവിഷൻ നടത്തണം. മാർച്ചിന് ശേഷം പുതിയ സോഴ്സസ് ഒന്നും വായിക്കാതിരിക്കുക, പുതിയ ബുക്ക് വായിക്കാതിരിക്കുക. ദി ഫോക്കസ് ഷുഡ് ബി ഓൺ യുവർ റിവിഷൻ. മൾട്ടിപ്പിൾ റിവിഷൻസ് വീണ്ടും 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 നടത്തുക. 2-3 മാസം ബാക്കിയുണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും, കറണ്ട് അഫയേഴ്സിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പറിന് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ പറയുന്ന GS-ലൊക്കെ എല്ലാം എൻട്രിച്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് വന്ന ഇമ്പോർട്ടൻറ്റ് കണ്ടന്റുകൾ മാറ്റി എഴുതിയിട്ടുണ്ട്, ടെസ്റ്റിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ബുക്സ് വീണ്ടും വായിക്കേണ്ടതുണ്ട്, മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഉണ്ട്, CSAT-ൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതെല്ലാം റിവിഷൻ നടത്താനുള്ള സമയമുള്ളൂ. മാർച്ച്, ഏപ്രിൽ, മെയ് റിവിഷന് വേണ്ടി മാത്രമുള്ള സമയമാണ്. ആ സമയത്ത് വീണ്ടും പുതിയ കാര്യങ്ങൾ വായിക്കാതിരിക്കുക. പലപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫെയിൻഡ് ആയിട്ടുള്ളൊരു മെമ്മറി ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? റിവിഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ മാർച്ചിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള കുറേ ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, റിവിഷന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ്, അതിങ്ങനെ വായിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അതല്ല ആ സമയത്ത് വലിയ ബുക്കും പിടിച്ച് വീണ്ടും പുതിയ സോഴ്സൊക്കെ കണ്ടെത്തി അങ്ങനെയുള്ള ബ്ലണ്ടേഴ്സ് ഒന്നും ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. ഫുൾ സിലബസ് റിവിഷൻ നടത്തണം. എല്ലാ സബ്ജക്റ്റും, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്, കറണ്ട് അഫയേഴ്സ് ഒന്നും മാറ്റിവെക്കാതെ എല്ലാത്തിനും ഒരേ ഫോക്കസ് കൊടുക്കുക. ഈ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ ഒന്ന് മാറ്റുക. ഞാൻ ഇന്ന 3 സബ്ജക്റ്റിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ബാക്കി 3 സബ്ജക്റ്റ് ഞാൻ പഠിക്കില്ല, ഈ 3 സബ്ജക്റ്റിൽ നിന്ന് ഇത്രയും ചോദ്യം വരും, അതിൻ്റെ 80% ശരിയാവും, കാര്യം ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകളിലോട്ടൊന്നും എത്താതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് UPSC ആണ്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ, വേറെ നമ്മളെക്കാളും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അവർക്കുണ്ട്. അവർ വേറെ സാധനങ്ങൾ പണി വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം റിവിഷൻ നടത്തുക, എല്ലാ സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദ്യം വന്നില്ലെങ്കിലും, ഇപ്പോൾ ഈ പ്രാവശ്യം പൊളിറ്റി മാത്രം പൊളിറ്റി എല്ലാം പഠിച്ചു പോയ ആളുകളുണ്ട്. ഹിസ്റ്ററി ഞാൻ പഠിക്കില്ല, ഹിസ്റ്ററി എനിക്ക് ടഫാണ്, അത് രസമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് 20 ചോദ്യം, പൊളിറ്റിയിൽ നിന്ന് 6 ചോദ്യം കിട്ടിയപ്പോൾ ആർക്ക് കിട്ടിയ പണി? അപ്പോൾ നമുക്കറിയില്ല UPSC എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അനാവശ്യമായിട്ടുള്ള മോശം സ്ട്രാറ്റജീസിലൊന്നും പോവാതെ എല്ലാം റിവിഷൻ നടത്തുക, എല്ലാം പഠിക്കുക. ഇനിയും ആ ഒരു ബ്ലണ്ടർ ഒഴിവാക്കുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്കേജ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ദെൻ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ വീക്ക്ലി ബേസിസിൽ ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുക്കുക. ഒരു UPSC എക്സാമിന് നിങ്ങൾ സിമുലേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആ മെയ് മാസം അവസാനം ആ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഉള്ളിൽ പ്രിലിംസ് എക്സാം, നിങ്ങളുടെ ഭാവിനെ തീരുമാനിക്കുന്ന പ്രിലിംസ് എക്സാം നിങ്ങൾ 2 മണിക്കൂറിൽ എഴുതുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് റിട്ടൺ ഇറ്റ് ന്യൂമറസ് ടൈംസ്. പല പ്രാവശ്യവും അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ, ആ ഒരു പ്രഷറിൽ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറേ പ്രാവശ്യം നിങ്ങൾ ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ ചെയ്ത് നോക്കി എന്നുള്ളത് എൻഷുർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഡു ദാറ്റ്. ഒരു പ്രഷറിൽ OMR വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക, വെറുതെ ഇങ്ങനെ ടിക്കിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു കാര്യങ്ങളാണ് ഇറ്റ് മേക്സ് ബിഗ് ഡിഫറൻസസ്. എങ്ങനെയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി കണ്ടെത്തുക. നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുന്ന ഒരാളാണോ, ഒറ്റ പ്രാവശ്യം മാത്രം നോക്കുന്ന ഒരാളാണോ, ആദ്യം തന്നെ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുമ്പോൾ OMRൽ എഴുതി വെക്കുകയാണോ, അതോ ടിക്ക് ഇട്ടിട്ട് പിന്നീട് എഴുതി വെക്കുന്നതാണോ? ഇതെല്ലാം കുഞ്ഞു കാര്യങ്ങളാണ്. പല ആളുകൾക്കും പല വഴികളുണ്ടാവും. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, അതൊരു മച്യൂരിറ്റിയിലെത്തുക. എന്താണോ നിങ്ങൾ നാളെ എക്സാം ഹാളിൽ ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾ അതിനു മുന്നേ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യുക, എവിടെയാണ് കുറവ് വരുന്നത്, ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ, എക്സാം അടുത്തപ്പോഴേക്കും മാർക്ക് കുറഞ്ഞോ, ഏതൊക്കെ സബ്ജക്റ്റിലാണ് മാർക്ക് കുറയുന്നത്, അവിടെ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജി വേണ്ടത്. അപ്പോൾ എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശരിക്കും ആ എക്സാമിനെ മുന്നിൽ കണ്ടിട്ടുണ്ടാകണം.
യു ഷുഡ് മാനിഫെസ്റ്റ് ഇറ്റ്. അത് മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടാകണം, വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാകണം, അതിലൂടെ പല പ്രാവശ്യം നിങ്ങൾ നടന്നിട്ടുണ്ടാകണം. അല്ലാതെ എക്സാം ഹാളിൽ നേരെ പോയിട്ട് നിങ്ങളുടെ വലിയ കഴിവ് കൊണ്ടങ്ങ് കാച്ചാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിൽ പറമ്പിൽ ഗോകുൽ ബാബുവായിട്ട് ഇരിക്കാനേ നമുക്ക് പറ്റൂ. അപ്പം എന്ത് ചെയ്യുക? പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അവസാനത്തെ 45 ദിവസത്തെ കാര്യങ്ങൾ, 45 ഡേയ്സ്, പ്രിലിംസിന് മുന്നേ ഉള്ള 45 ഡേയ്സ്. ഡെയിലി റിവിഷൻ, ഡെയിലി MCQ, കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോക്കുക, CSAT എല്ലാ ദിവസവും ചെയ്യുക, മോക്ക് അനാലിസിസ് നടത്തുക. ഇതെല്ലാം കൃത്യമായിട്ട് 45 ദിവസം ചെയ്തുകൊണ്ടിരിക്കും. ഒരു വാർ ഫൂട്ടിങ്ങിന് ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ പ്രിലിംസിന് നിങ്ങൾക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ? വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെക്കാനിസം, ഒരു 1 ഇയർ സ്ട്രാറ്റജി നമ്മുടെ മുന്നിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഓരോരോ കുഞ്ഞിക്കാര്യങ്ങളടക്കം ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മുടെ ഒരു മേജർ ചോദ്യം ഇതാണ്: വാട്ട് ഇഫ് ദർ വാസ് എ പ്രോഗ്രാം ബിൽഡ് എക്സാക്ട്ലി അറൌണ്ട് ദിസ് റോഡ് മാപ്പ്? ഈ ഞാനീ പറഞ്ഞ റോഡ് മാപ്പിൻ്റെ അതേ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്തൊരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലോ, ഞാനീ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾക്ക് കൺവിൻസിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണ്, ഞാൻ സൈലം IASന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അതിൽ ജോയിൻ ചെയ്യാം എന്ന് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഉറപ്പ്, എൻ്റെ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ഇന്നോവേഷൻസിനെ പറ്റിയൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള പ്രോഗ്രാം, ഇങ്ങനെയുള്ള പ്രോഗ്രാം, അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നില്ല. ക്ലാസിക് മെത്തേഡാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ളൊരു പ്രോഗ്രാം മാത്രമേ നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അൽഫോൺസ് പുത്രൻ പറയുന്നത് പോലെ പുതുമയില്ലാത്ത ചിത്രം. ഇനി പുതുമയൊന്നുമില്ല. ഒരു കൺവെൻഷണൽ ക്ലാസിക് മെത്തേഡാണ്. ഇരുത്തി പഠിപ്പിക്കുക, ടെസ്റ്റ് ചെയ്യിപ്പിക്കുക, പ്രശ്നം കണ്ടെത്തുക, പരിഹരിപ്പിക്കുക, വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ് ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മെത്തേഡ്. ഈ ഒരു മെത്തേഡ്, ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. വി ആർ ഇൻട്രൊഡ്യൂസിങ് എക്സ്പ്ലോർ 2.0 UPSC 2027. ഇതൊരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുപോകുന്നത് ഞാൻ ഈ പറഞ്ഞ റോഡ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് തരും. എന്താണ് നിങ്ങളുടെ GSൽ വരുന്ന പ്രശ്നം, ഓപ്ഷനിൽ നിങ്ങൾ എവിടം വരെ എത്തി, CSATൻ്റെ അവസ്ഥ എന്താണ്, SA എവിടം വരെ എത്തി, പണ്ടത്തെ ലാസ്റ്റ് ഇയറിലെ പ്രിലിംസിൻ്റെ പ്രശ്നം എന്തായിരുന്നു, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മെൻറ്റർ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും, വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സമയം മെൻറ്റർ കണ്ടെത്തും. ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻസിൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ഒരു അസസ്മെൻറ്റ്, കംപ്ലീറ്റ് അസസ്മെൻറ്റ്, ഒരു അസസ്മെൻറ്റ് ഷീറ്റ് നിങ്ങൾക്ക് തരും. ഇവിടേക്കാണ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത്, ഇവിടെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ഡയഗ്നോസിസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്ലാൻ തരുന്നുള്ളൂ. ആൻഡ് ദി പ്ലാൻ വിൽ ബി എ പേഴ്സണലൈസ്ഡ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ. ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം എല്ലാവർക്കും ഒരുമിച്ചങ്ങ് തരുന്നത് ശരിയല്ല. അത് ഒരിക്കലും വർക്കബിൾ അല്ല. നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങൾ എവിടം വരെ പഠിച്ചു, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദർ വിൽ ബി എ സിസ്റ്റം, ഒരു സിസ്റ്റം ഉണ്ടാവും. അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ മെയിൻസിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. പ്രിലിംസ് നവംബറിന് ശേഷം തുടങ്ങിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളും ചെയ്യാൻ പോകുന്നത് എന്താ? നിങ്ങളുടെ മെയിൻസ് റെഡിയാക്കുക എന്നുള്ളതാണ്. മെയിൻസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. രാവിലെ 7 AM നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഇടും. 2 UPSC ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതിൻ്റെ PYQ ലിങ്കേജസ് എന്താണെന്ന് പറഞ്ഞു തരും. അതിൻ്റെ കീവേഡ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫ്രെയിം വർക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ രാവിലെ മുതൽ സമയമുണ്ട്. 5 മണിക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യണം, ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ ആൻസറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് തരും. ആൻസർ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത്, അതിനെ ഡീലീനിയേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കീവേഡിൻ്റെ മീനിങ് എന്തായിരുന്നു, അതിൻ്റെ ബേസിസിൽ എന്തായിരുന്നു വരേണ്ട സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരേണ്ട കണ്ടന്റ് എന്താണ്, അത് ഏത് രൂപത്തിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, ഹൗ ഇറ്റ് കുഡ് ബി ഓൾ ഡൺ ഇൻ ടൈം കൺസ്ട്രെയിൻറ്റ്. ഇതെല്ലാം ഡിസ്കഷൻ്റെ ഭാഗമായിരിക്കും. പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന യാർഡ് സ്റ്റിക്ക് വെച്ച് പറഞ്ഞു തരും. ഡെയിലി, എല്ലാ ദിവസവും
ഇങ്ങനൊരു 3 to 4 months ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് ഈസ് ഗോയിങ് ടു ഇംപ്രൂവ്. നിങ്ങൾ ബെറ്റർ ആയിട്ടുണ്ടാവും, നിങ്ങൾ മെയിൻസ് റെഡി ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എസ് എക്സലൻസ് പ്രോഗ്രാം, നിങ്ങൾക്ക് മന്ത്ലി എസ് ലാബുകൾ ഉണ്ടാവും. അത് ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടാവും, ഗ്രൂപ്പായിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളുടെ എസ് മെച്ചപ്പെടുത്താൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോരായ്മകളായിരിക്കും. ചിലപ്പോൾ കണ്ടന്റിലായിരിക്കും, ചിലപ്പോൾ സ്ട്രക്ചറിങ്ങിലായിരിക്കും, ചിലപ്പോൾ ഫ്ലോയിലായിരിക്കും, ചിലപ്പോൾ ലാംഗ്വേജിലായിരിക്കും, ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റാത്തതായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഒരു ലാബ് വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എസ്ഐസിൻ്റെ ടെസ്റ്റുകൾ ഉണ്ടാവും, അതിന് പേഴ്സണലായിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും. എസ് ടോപ്പിക്സിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ഉണ്ടാവും. വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഉണ്ടാവും. പിന്നെ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് ഒരു രീതിയിലുള്ള ഷുഗർ കോട്ടിങ്ങും ഇല്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇത് പരിഹരിക്കണം. അല്ലാതെ വെറുതെ വാലിഡേഷന് വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട. ഓണസ്റ്റ് ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അതിൽ വളരെ ബ്രൂട്ടലായിരിക്കും, വളരെ ഓണസ്റ്റ് ആയിരിക്കും. നമ്മൾ വളരണം. അല്ലാതെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷം കിട്ടി, മോനെ നിന്റെ എസ് ഒരു രക്ഷയില്ല, നീ ഒരു എസ് റൈറ്റർ ആകേണ്ട ഒരാളാണ്, ഹിന്ദുവിൽ ആർട്ടിക്കിൾ എഴുതാനൊക്കെ പോയിക്കൂടെ, അങ്ങനെയൊന്നുമില്ല. പ്രശ്നങ്ങൾ അങ്ങ് ബ്ലണ്ടായിട്ട് പറഞ്ഞു തരും, അത് തിരുത്തുക. അത് തിരുത്തുന്നത് വരെയും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് റെഡിയാണ്. എത്തിക്സിൻ്റെ കാര്യത്തിലും ഒരു എത്തിക്സ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടാവും. പ്രധാനപ്പെട്ട എത്തിക്സ് കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിപ്പിച്ചു തരും. കേസ് സ്റ്റഡീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരും. പല പല മോഡലുകൾ, പല പല മോഡൽ അപ്രോച്ചസ് നിങ്ങളുടെ മുന്നിൽ വെച്ച് തരും. വീക്ക്ലി പ്രാക്ടീസ് നടത്തും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ടെംപ്ലേറ്റിലോട്ട് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ വളർത്തിയെടുക്കും. എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും. ഇത് കൂടാതെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കൺസോളിഡേറ്റ് ചെയ്യുന്ന സെഷൻ, ഒരു മാസത്തെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെയും കൺസോളിഡേഷൻ സെഷൻ ഉണ്ടാവും. മന്ത്ലി റിവിഷൻ ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. അതെങ്ങനെ മെയിൻസിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ടാവും. അതുകൂടാതെ PW ഒള്ളി AS ഇറക്കുന്ന ഡെയിലി, വീക്ക്ലി, മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. മെൻറ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മെയിൻസും മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ ക്രെഡൻഷ്യൽസ് നിങ്ങളുടെ മുന്നിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മെൻറ്റർഷിപ്പ് കൊടുക്കുകയുള്ളൂ. നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രെഡിബിൾ ആയിരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിവ്യൂസ് ഉണ്ടാവും. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യപ്പെടും. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് ഓരോ സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ അവെയർ ആക്കിപ്പിക്കുന്നുണ്ടാവും. ആൻഡ് ദെർ വിൽ ബി എ സ്ട്രിക്റ്റ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം. ഒരു സ്റ്റേൺ ആയിട്ടുള്ളൊരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഉണ്ടാവും. നിങ്ങൾ എക്സാം എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ കാണിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. നിങ്ങൾ അങ്ങോട്ട് വിളിക്കും, എന്താ എഴുതാത്തതെന്ന് ചോദിക്കും, നിങ്ങളെ ശല്യപ്പെടുത്തും. അപ്പോൾ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പേരിന് ഇങ്ങനെ മെൻറ്റർഷിപ്പ് നൽകുക എന്നുള്ളതല്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് വരെയും നിങ്ങളുടെ കൂടെ നിന്ന്, കുറച്ച് ടോക്സിക് ആയിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് തരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ പ്രിലിംസ് കൺവേർഷൻ പ്രോഗ്രാം, നിങ്ങൾക്ക് ഡെയിലി MCQs ഉണ്ടാവും. പ്രിലിംസിൻ്റെ നവംബർ മുതൽ പ്രിലിംസിൻ്റെ പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്കും ഡെയിലി MCQs, PVQ അനാലിസിസ്, വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാക്ടീസ് ഉണ്ടാവും, സ്റ്റാറ്റിക് പോർഷൻ്റെ റിവിഷൻ മോഡ്യൂൾസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ നവംബർ ടു ഫെബ്രുവരി ചെയ്യുന്നുണ്ടാവും. CSATൻ്റെയും ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു കംപ്ലീറ്റ് പ്രോഗ്രാം ഉണ്ട്. CSATൻ്റെ ഫുൾ കവറേജ്, പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, PVQസിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. അവസാനത്തെ 60 ദിവസത്തിന് നമ്മുടെ മേജർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള എക്സ്ട്രീം പ്രോഗ്രാം ഉണ്ടാവും. അതൊരു റിവിഷൻ സീരീസ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം മാർച്ച് എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ആയിട്ടുള്ള വാല്യൂ എൻറിച്ച്മെൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസ് എല്ലാം എടുക്കുന്നത് സൈലം IASൻ്റെ ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും. ഇത് കൃത്യമായിട്ട് ഇത് നടക്കുന്നതിനോടൊപ്പം തന്നെ വേറെയും കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും. ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നമ്മൾ തുടങ്ങുന്നുണ്ടാവും. കറണ്ട് അഫയേഴ്സിൻ്റെ കൺസോളിഡേറ്റഡ് നോട്ട്സ് തരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫൈനൽ വാർ റൂം ഉണ്ടാവും. സുനീൽ സാർ കൈകാര്യം ചെയ്യുന്ന ആക്റ്റീവ് ക്വസ്റ്റ്യൻ സോൾവിങ്, നിങ്ങളെ കൂടെ ഇരുത്തി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനിലൂടെ തിങ്ക് ത്രൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തേണ്ടത്, അതിൽ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് എന്താണ്, എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലോട്ട് ഗസ് വർക്കിലൂടെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നത്, എലിമിനേഷൻ മെത്തേഡുകൾ എങ്ങനെയാണ്, കുറേ പാറ്റേണുകൾ എങ്ങനെയാണ്, ഇതെല്ലാത്തിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ആക്റ്റീവ് ക്വസ്റ്റ്യൻ സോൾവിങ് പ്രോഗ്രാംസ് ഉണ്ടാവും. റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. ബൈ പ്രിലിംസ് 2027 നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷണൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടാവും. ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും.
എസ്സേയും എത്തിക്സും നിങ്ങൾ ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. കറണ്ട് അഫയേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസ് പേപ്പറിലൂടെയും അല്ലാതെയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. MCQs നിങ്ങൾ തൗസൻഡ്സ് ഓഫ് MCQs സോൾവ് ചെയ്തിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പ്രിലിംസിൻ്റെ സമയമാകുമ്പോഴേക്ക് നിങ്ങൾ പ്രിലിംസ് റെഡി ആയിട്ടുണ്ടാവും. പ്രിലിംസിൻ്റെ സമയമാകുമ്പോഴേക്ക് നിങ്ങൾ ഇവൻ മെയിൻസ് റെഡി ആയിട്ടുണ്ടാവും. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ട്. ബാക്കിയുള്ള അക്കാഡമീസ് കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ തരുന്നുണ്ട്. ഈ ഫ്രീ പ്രിലിംസും മെയിൻ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നുണ്ടാവും. നമ്മുടെ PCM ബാച്ചിന് കൊടുക്കുന്ന ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, CSATൻ്റെ എൻറ്റയർ ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് മുന്നേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലാസ് കേട്ട് നോക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും ലൈവായിട്ടുള്ള ക്ലാസ്സസ് അവസാന ദിവസങ്ങളിൽ ഉണ്ടാവും. ഡെയിലി ടോപ്പിക് ഡിസ്കഷനും ആൻസർ റൈറ്റിംഗും ഉണ്ടാവും. 60 days ലൈവ് പ്രിലിംസ് ക്വസ്റ്റ്യൻ സോൾവിംഗ് വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇത്രയും അധികം റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. പ്രിലിംസിന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻ സോൾവിംഗ് ലാബുകൾ, വീക്ക്ലി ഡെയിലി ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ ലൈവ് സെഷൻസ് ഉണ്ട്. ഡെയിലി ടോപ്പിക് ബ്രീഫിങ്സ്, ആൻസർ റൈറ്റിംഗ് ഡിസ്കഷൻസ്, പ്രിലിംസ് ക്വസ്റ്റ്യൻ സോൾവിംഗ് സെഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. നിങ്ങൾ ഒരു റിപ്പീറ്ററാണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയൊരു റോഡ് മാപ്പാണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് സപ്പോർട്ടാണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള മോഡലാണ്, നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് വേണ്ടത് ക്രെഡിബിൾ ആയിട്ടുള്ള മെൻറ്റേഴ്സ് ആണ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലോർ 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിളിക്കുക, പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വീണ്ടും ഈ ഒരു പ്രിലിംസും മെയിൻസും എഴുതി സർവീസിൽ കയറുന്ന രീതിയിലുള്ള ഒരു സോളിഡ് പ്രിപ്പറേഷൻ നടത്താം. താങ്ക് യു എവരിവൺ.